പ്രിയ സൗരി സൗരന്മാരെ, ദൈവനാമത്തിൽ വന്ദനം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ, പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ചില പ്രധാന സത്യങ്ങൾ നമ്മൾ പഠിക്കുകയായിരുന്നു. ദൈവവചനം പഠിപ്പിക്കുന്ന, നമ്മൾ മനസ്സിലാക്കേണ്ട, അറിയേണ്ടതായിട്ടുള്ള ആ, ചില പ്രധാനപ്പെട്ട സത്യങ്ങൾ. നമ്മൾ ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് കഴിയുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള പഠനങ്ങൾ എന്ന് പറയുന്നത് പല ആൾക്കാരും ഇഗ്നോർ ചെയ്യാറുണ്ട്. ഇങ്ങനെ അധികം പഠിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് ചിലരും ചിന്തിക്കുന്നത്. ഞാൻ ശരിക്കും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇത്രയും പേര് റെഗുലറായിട്ട് ദൈവവചനം പഠിക്കാനായിട്ട്, പ്രത്യേകിച്ച് കുവൈറ്റ് ചർച്ചിലുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ആ, ബാക്കിയുള്ളവരും പല സ്ഥലങ്ങളിൽ നിന്നും ഇത്രയും പേര് ജോയിൻ ചെയ്യുന്നതിൽ, ദൈവവചനം പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നതിൽ റിയലി അപ്രീഷിയേറ്റ്. എന്നാലും എൻ്റെ ഒരു സമയം ഇതിന് ചെലവാക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ സമയം ഇതിന് ചെലവാക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഞാൻ ചിലപ്പോൾ 1 മണിക്കൂറാണ് ദൈവവചനം എടുക്കുന്നതെങ്കിൽ നിങ്ങളെ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യാണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം അതൊരു വളരെ നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് ചില എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ആശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ വരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ദൈവവചനം പഠിക്കാനായിട്ട് വരിക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പലരും ഇഗ്നോർ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ പലരും ഇതിനെ ഇഗ്നോർ ചെയ്യുകയും പലരും ഇതിനെ വില കുറഞ്ഞ് കാണുകയും ചെയ്യുന്നതിൻ്റെ ഒരു കാരണം പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത്, എൻ്റെ അടുത്ത് തന്നെ പലരും പറഞ്ഞിട്ടുള്ളത്, ഈ ഉപദേശങ്ങൾ ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവവചനത്തിലെ ഉപദേശങ്ങൾ, എന്നാൽ അവർ പറയുന്നത് ഈ തിയറി കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, പ്രാക്ടിക്കൽ ലൈഫാണ് പ്രധാനം എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവവചനത്തിലെ ഉപദേശങ്ങൾ വെറും തിയറികളല്ല. തിയറികളാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുമില്ല. അത് ട്രൂത്താണ്, സത്യങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു തിയറി മനസ്സിലാക്കുന്ന പോലെയല്ല, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, പരിജ്ഞാനമില്ലാത്തതിനാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്നുള്ളത്. ആത്മാർത്ഥമില്ലാത്തതിനാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവർ വിശുദ്ധരായിട്ട് ജീവിക്കാൻ ശ്രമിക്കാത്തതിനോട് നശിച്ചു പോകുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് പരിജ്ഞാനമില്ലാത്തതിനാൽ അവർ നശിച്ചു പോകുന്നതാണ് പറഞ്ഞത്. എന്നിട്ട് ദൈവവചന പരിജ്ഞാനം, ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു ദൈവവചന പരിജ്ഞാനം എന്നുള്ളൊരു കാര്യമുണ്ട്. അതൊരു തിയോളജിക്കൽ തിയറി അല്ല. അത് യഥാർത്ഥത്തിൽ നമ്മളത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ജീവിക്കാൻ വേണ്ടി പുതിയ നിയമത്തിലെ തന്നെ ഉപദേശങ്ങളിലെ പ്രാക്ടിക്കൽ ഭാഗം മാത്രമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അത് വെറും ഒരു എന്താ പറയുക സ്വഭാവ രൂപീകരണം പോലെ ആവുകയുള്ളൂ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അനുസരണം വരുന്നത് എന്നുള്ളതാണ് വിഷയം. റോമാലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ അധ്യായത്തിൽ, ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല, പൗലോസ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും വെറും തിയറീസ് മനസ്സിലാക്കുന്ന രീതിയിലാണ് എന്ന് വില കുറച്ച് കാണുന്നത് ഒരു ഫൂളിഷ്നെസ് ആണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ അധ്യായത്തിലൊക്കെ പൗലോസ് തുടർച്ചയായിട്ട് അവരുടെ അടുത്ത് നിങ്ങൾ അറിയുന്നില്ലയോ, അറിയുന്നു, അറിയണം എന്നുള്ള വാക്ക് പറയുന്നത്. അറിയുക എന്നുള്ള വാക്ക് തുടർച്ചയായിട്ട് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം നിങ്ങൾ അനുസരിച്ചപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ദൈവവചനം പഠിക്കുന്നത് അത് വെറുതെ ഉള്ളൊരു കാര്യമല്ല. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രായോഗികമായിട്ട് ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവവചനം പറയുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അന്നേരം യേശുക്രിസ്തു ക്രൂശിൽ എന്ത് ചെയ്തു, ഇല്ലെങ്കിൽ ദൈവം യേശുക്രിസ്തുവിൽ കൂടി ക്രൂശിൽ എന്ത് സാധിച്ചു, പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് എന്തൊക്കെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, എന്താണ് പുതിയ നിയമത്തിലെ യഥാർത്ഥ പ്രോമിസുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് ജീവിക്കാനായിട്ടും അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അനുസരിക്കാനായിട്ടും കഴിയത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ എല്ലാം പഠിക്കുന്നത് പുതിയ നിയമത്തിലെ ചില അടിസ്ഥാന സത്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു, പുതിയ നിയമത്തിൽ മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി പുതിയ കവനന്റെ കീഴിൽ വരുന്ന വ്യക്തികൾക്ക് മാത്രം ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഇത് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. അന്നേരം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ പഠിച്ചത്, ദൈവം നമ്മുടെ പാപഹൃദയത്തെ നീക്കി, നമ്മുടെ പാപ സ്വഭാവത്തെ നീക്കി ഒരു പുതിയ ഹൃദയം തന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, അതിൽ കൂടി ദൈവം നമ്മളെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി.
പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ദൈവം നമ്മളെ സ്വതന്ത്രരാക്കി. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പാപത്തിൽ നിന്നും മാത്രമല്ല നമ്മളെ ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രനാക്കി. നമ്മൾ ഈ ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രനാക്കി എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആത്മാവിൻ്റെ പ്രമാണത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാനിത് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഞാനിത് എടുത്തു പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ ജീവിതം പഠിപ്പിക്കുന്ന മിക്കവരും, പ്രത്യേകിച്ച് മലയാളി ടീച്ചേഴ്സ് മിക്കവരും പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നത് ന്യായപ്രമാണം അനുസരിച്ചിട്ടല്ല, എന്നാൽ നമ്മൾ നീതീകരിക്കപ്പെട്ട നമ്മൾ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണമെന്നുള്ളതാണ്. അന്നേരം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഒരു എക്സാമ്പിൾ അതിന് അവർ പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യയിലെ നിയമം അനുസരിച്ചുകൊണ്ടല്ല നമ്മൾ ഒരു ഇന്ത്യക്കാരനായത്. എന്നാൽ നമ്മൾ ഇന്ത്യക്കാരനായ സ്ഥിതിക്ക് നമ്മൾ ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ഇന്ത്യൻ പീനൽ കോഡ് IPC വകുപ്പുകൾ അനുസരിച്ചാണ് ജീവിക്കേണ്ടതെന്ന് നമ്മൾ അങ്ങനെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ഇവർ പലരും കോമൺ ആയിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നവർ പഠിപ്പിക്കാറുള്ളത്. അതായത് ഇത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് കറക്റ്റായിട്ടും തോന്നിയേക്കാം. പക്ഷേ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ദൈവവചനം പഠിപ്പിക്കുമ്പോൾ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് ഒരു ഉപദേശത്തെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കരുത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവവചനത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ഉപദേശത്തെ എക്സാമ്പിൾ വഴി നമ്മൾ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പല എക്സാമ്പിളുകളും ആ എക്സാമ്പിളുകൾ പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ കഴിയത്തില്ലെങ്കിലും ഒരു എക്സാമ്പിൾ വഴി ദൈവവചനത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സത്യത്തെ വിശദീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എക്സാമ്പിൾ കൂടി ഒരു സത്യത്തെ തെളിയിക്കാനായിട്ട് ശ്രമിക്കരുത്. അന്നേരം ദൈവവചനത്തിൽ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. അതാണ് നമ്മൾ ഒരു എക്സാമ്പിൾ കൂടി തെളിയിക്കേണ്ടത്. അന്നേരം ഞാൻ മുമ്പോട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ട് ദൈവം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ ആവശ്യപ്പെടുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പറയുന്നതിൻ്റെ ഇടയ്ക്കുനിന്ന് ചില കാര്യങ്ങൾ മാറ്റി ഇല്ലെങ്കിൽ എടുത്ത് കട്ട് ചെയ്തോട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിന്ന് ദൈവം നമ്മളെ നീക്കി എന്ന് ദൈവം തുടർച്ചയായിട്ട് പഠിപ്പിക്കുന്നു. ഇത് പറയുമ്പോൾ ന്യായപ്രമാണം എന്താണെന്നുള്ളത് വിശദീകരിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ നിസിസ്റ്ററാണെന്ന് തോന്നുന്നു ഒരു ചോദ്യം ചോദിച്ചു. അത് വളരെ റെലവൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഞാൻ അത് കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കുകയാണ്. കാരണം പലപ്പോഴും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയണമെന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാവുള്ളൂ. ന്യായപ്രമാണം എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ കാണുമ്പോഴും പഴയ നിയമത്തിൽ കാണുമ്പോഴും ന്യായപ്രമാണത്തിന് പല ഭാഗങ്ങളുണ്ട്. എന്നാൽ ഈ ഭാഗങ്ങളെ സെപ്പറേറ്റ് ആയിട്ടല്ല ബൈബിളിൽ കാണിക്കുന്നത്. അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ യേശുക്രിസ്തു ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ അത് ആചാര നിയമങ്ങളാണോ ധാർമ്മിക നിയമങ്ങളാണോ സാമൂഹിക നിയമങ്ങളാണോ എന്ന് സെപ്പറേറ്റ് ചെയ്ത് പറയുന്നില്ല. അവർ ലോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അന്നേരം നമ്മളതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ആ പറയുന്ന എന്താണ്. ധാർമ്മിക നിയമങ്ങളാണോ 10 കൽപ്പനകൾ അടങ്ങിയിരിക്കുന്ന ധാർമ്മിക നിയമങ്ങളാണോ അതോ പരിഹാര ക്രിയകളായിട്ട് കൊടുത്തിരിക്കുന്ന ആചാര നിയമങ്ങളാണോ എന്നുള്ളത് നമ്മൾക്ക് എൻ്റെ കോണ്ടെക്സ്റ്റ് വായിച്ചിട്ട് മാത്രമേ മനസ്സിലാവുള്ളൂ. അന്നേരം ഞാൻ ഏതാണ് പറയുന്നത് എന്നുള്ളത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് വിശദീകരിക്കുന്നത്. അന്നേരം ഞാനിത് തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ ആഴ്ച ഞാൻ ചുരുക്കമായിട്ട് ചോദ്യത്തിന് ഉത്തരമായിട്ട് നിസിസ്റ്ററിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞിരുന്നു. എങ്കിലും കുറച്ചുകൂടി ഞാനൊന്ന് വിശദീകരിക്കാം. എന്താണ് ആചാര നിയമങ്ങളും ധാർമ്മിക നിയമങ്ങളും തമ്മിലുള്ള വ്യത്യാസം? അന്നേരം ധാർമ്മിക നിയമങ്ങളെപ്പറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെല്ലാം പറഞ്ഞിരുന്നു. അത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ ഹൃദയത്തെ സ്കാൻ ചെയ്യുന്ന ഒരു സ്കാനിങ് മെഷീൻ പോലെ നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങളെ കാണിച്ചിരുന്നതാണ്. പുറമേയുള്ള പാപങ്ങളിൽ നമ്മളെ ചെയ്യാതെ തന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്, യേശു ക്രിസ്തുവിലേക്ക് നയിക്കുന്നതാണ് പറഞ്ഞിരുന്നു. എന്നാൽ ആചാര നിയമങ്ങൾ അതല്ല. ധാർമ്മിക നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അതിൻ്റെ പരിഹാരമായിട്ട് ദൈവം തന്നെ പഴയ നിയമത്തിൽ തന്നെ കൊടുത്ത നിയമങ്ങളാണ് ആചാര നിയമങ്ങൾ. അന്നേരം ആ ഉൽപ്പത്തിയിൽ തന്നെ നമ്മൾ ഈ ധാർമ്മിക നിയമവും ആചാര നിയമവും ഒരുമിച്ച് പാപം ചെയ്യുമ്പോൾ തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ആദം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ നന്മതിന്മകളെ തിരിച്ചറിയാനായിട്ട് അവൻ്റെ മനസാക്ഷി സജീവമായി. അങ്ങനെ അവൻ്റെ ഉള്ളിലൊരു ധാർമ്മിക നിയമം വരുന്നു. ഇതാണ് പിന്നീട് എഴുതപ്പെട്ട കൽപ്പനകളായിട്ട് പിന്നീട് കൊടുക്കുന്നത്. എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ അവരുടെ മനസാക്ഷിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് അവരെ ശിക്ഷ വിധിക്കാനായിട്ടും കഴിഞ്ഞത്, എഴുതപ്പെട്ട കൽപ്പന വരുന്നതിന് മുമ്പ് തന്നെ. എന്നാൽ അത് ലംഘിക്കുന്നിടത്ത് ആചാര നിയമങ്ങൾ അവിടെ തന്നെ നമ്മൾ ഉൽപ്പത്തിയിൽ തന്നെ അവിടെ കാണുന്നു. പിന്നീട് കായൻ്റെയും ഹാബേലിൻ്റെയും കാര്യം വരുമ്പോഴേക്കും അവിടെ യാഗം നമ്മൾ കാണുന്നു. ഇതും നമ്മൾ ന്യായപ്രമാണം ദൈവം എഴുതി കൊടുത്തപ്പോൾ റിട്ടൺ ലോ ആയിട്ട് ആചാര നിയമങ്ങൾ രണ്ടും കൊടുത്തു. അതിന് മുമ്പ് തന്നെ ഇതുണ്ടായിരുന്നു, അത് എഴുതപ്പെട്ടതായിട്ട് കൊടുത്തു. എന്നാൽ എഴുതപ്പെട്ടതായിട്ടുള്ള ധാർമ്മിക നിയമങ്ങളിലും ഉണ്ട്, ആചാര നിയമങ്ങളും ഉണ്ട്. ആചാര നിയമങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഞാൻ പറഞ്ഞു, ധാർമ്മിക നിയമങ്ങളുടെ സ്കാനിങ് മെഷീൻ പോലെയാണെങ്കിൽ ആചാര നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോമിസ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു നിഴലായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്നുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു.
അന്നേരം പഴയ നിയമത്തിലെ ആചാര നിയമങ്ങൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യാഗങ്ങൾ പ്രധാനമായിട്ട് എന്താണ് ചെയ്യുന്നത്? പഴയ നിയമത്തിലെ യാഗങ്ങൾ, ഞാൻ ആ വാക്യങ്ങൾ എടുക്കുന്നത് നിങ്ങൾ ലേവ്യ പുസ്തകം, പുറപ്പാട് പുസ്തകം ഇതൊക്കെ തുടർച്ചയായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവിടെ കർത്താവ് ഈ യാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ തുടർച്ചയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ യാഗരക്തം കാണുമ്പോൾ ഞാൻ അവരുടെ പാപങ്ങളെ ക്ഷമിക്കും. ഇല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിനെ അടുത്തിട്ട് രക്തം അവിടെ തെളിക്കുമ്പോൾ പറയുന്നുണ്ട്, രക്തം കാണുമ്പോൾ ഞാൻ ഒഴിഞ്ഞു പോകുമെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താണ് പഴയ നിയമത്തിലെ ആ യാഗരക്തങ്ങൾ ചെയ്യുന്നത്? അത് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പാപങ്ങളെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കവറിങ് ദ സിൻസ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അന്നേരം പഴയ നിയമത്തിൽ ഈ ആചാരങ്ങൾ, ഇല്ലെങ്കിൽ ആചാര നിയമങ്ങൾ, യാഗങ്ങൾ പാപങ്ങളെ മറയ്ക്കുകയും ദൈവം അവയെ ക്ഷമിക്കുകയും ചെയ്യുന്നു. ദൈവം ക്ഷമിക്കാതെ ഒട്ടും വിടുന്നില്ല. മറയ്ക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അതിനെ ക്ഷമിക്കുന്നില്ല എന്നല്ല, ദൈവം ക്ഷമിക്കുന്നു. എന്നാൽ എന്താണ് അതിന് സാധിക്കാതെ പോയത്? അതിന് പാപത്തെ പരിപൂർണമായിട്ടും നീക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? അത് എബ്രായ ലേഖനം വായിക്കുമ്പോൾ, എബ്രായ ലേഖനത്തിലാണ് ഇത് കൂടുതൽ വിശദീകരിച്ച് പറയുന്നത്. ഞാൻ എബ്രായ ലേഖനം അതിൻ്റെ വേഴ്സ് ബൈ വേഴ്സ് ആയിട്ടൊരു സ്റ്റഡിയായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു ക്ലാസ് ആയിട്ട് ഇടുന്നുണ്ട്. അതിൽ ഇത് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ആ യാഗങ്ങൾ പാപങ്ങളെ നീക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് യാഗങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എല്ലാ വർഷവും ഈ യാഗങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കാരണം യാഗങ്ങൾ എപ്പോഴും പാപങ്ങളെ മറയ്ക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. എന്നാൽ യേശുക്രിസ്തു വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? യേശുക്രിസ്തുവിന്റെ രക്തം പാപങ്ങളെ നീക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തു വരുമ്പോൾ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്ന് നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ടേക്സ് അവേ സിൻ എന്നാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഇവിടെയും ന്യായപ്രമാണം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് തൊട്ട് താഴത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അവിടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ധാർമ്മിക നിയമങ്ങളെ പറ്റിയല്ല, ആചാര നിയമങ്ങളെ പറ്റിയാണ്. അത് ഞാൻ വായിക്കുക. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അവിടെ പറയുന്നത്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക്കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപങ്ങളെ നീക്കി ഒരുവനെ പെർഫെക്റ്റ് ആക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് പറഞ്ഞു. അവിടെ പറഞ്ഞിരിക്കുന്ന ആ യാഗങ്ങളെ പറ്റിയാണ്. അതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? അത് വരുവാനുള്ള നന്മകളുടെ നിഴലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എന്താണ് യേശുക്രിസ്തു കൊണ്ടുവന്നത്? എബ്രായ ലേഖനം അതിന് തൊട്ടു മുമ്പിലത്തെ അധ്യായം, ഇത് അധ്യായം തിരിച്ചത് പിന്നീടാണ് നമുക്കറിയാം. അന്നേരം ഒരേ കാര്യം പറഞ്ഞു വരികയാണ്. എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയാണ്, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ടാണ് വന്നത്. അന്നേരം ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. ക്രിസ്തു ആ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ മീഡിയേറ്ററായിട്ട് ആ വരുവാനുള്ള നന്മകളുടെ റിയാലിറ്റി അത് നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു വന്നത്. എന്താണ് ഈ വരുവാനുള്ള നന്മകൾ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇങ്ങനെ കേൾക്കാറുണ്ട്, ഈ നന്മകൾ, നിനക്കൊരു നന്മ പിശാച് മുടക്കിയിരിക്കുന്നു, നിനക്കൊരു അനുഗ്രഹം പിശാച് മുടക്കിയിരിക്കുന്നു. എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്ന നന്മ? ബൈബിൾ പഠിപ്പിക്കുന്ന നന്മ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 11-ാമത്തെ അധ്യായം വായിച്ചാൽ മതി. എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം 10-ാമത്തെ അധ്യായം ബാക്കിയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ മതി. എന്താണ് പഴയ നിയമത്തിന് സാധിക്കാതിരുന്നത്? അന്നേരം അതിൻ്റെ 9-9 ഇതൊരു വലിയൊരു സബ്ജക്റ്റാണ്, ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പഴയ നിയമ കൂടാരത്തിലെ യാഗങ്ങളെ പറ്റി പറയാണ്. അവിടെ ഒരു തിരശ്ശീലയുണ്ട്. ആ തിരശ്ശീല നിൽക്കുന്നിടത്തോളം, ഈ യാഗങ്ങൾ തുടരുന്നിടത്തോളം അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യം അത്രേ. അതിൻ്റെ മുകളിൽ പറയാണ് മുൻകൂടാരം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പിന്നീട് ചോദിച്ചാൽ ഞാൻ വിശദീകരിക്കാം. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതിൻ്റെ 9-ാമത്തെ വാക്യം പറയാണ്, മുൻകൂടാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തിരശ്ശീല നിൽക്കുന്നിടത്തോളം, തിരശ്ശീലയുടെ മുമ്പിൽ യാഗങ്ങൾ നടക്കുന്നിടത്തോളം, ആ യാഗങ്ങളാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. രക്തം കൊണ്ട് മഹാപുരോഹിതന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കൂടാരം ഈ കാലത്തേക്കൊരു സദൃശ്യം അത്രേ. അതിനൊത്തോണം ആരാധനക്കാരൻ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗങ്ങളും അർപ്പിച്ചു വരുന്നവരും ആചാര നിയമങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? അതുകൊണ്ട് എന്താണ് സാധിക്കുന്നത്? അത് ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടെ ഗുണീകരകാലത്തോളം ചുമത്തിയിരിക്കുന്ന ജഡീക നിയമങ്ങൾ അത്രേ. ഇതിനെ പുറമേ മാത്രമേ ഇതിനെ ശുദ്ധീകരിക്കാനായിട്ട് കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ പാപങ്ങളെ കവർ ചെയ്യാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഉള്ളിൽ നിന്നുള്ള പാപഹൃദയം നീക്കപ്പെടാത്തതുകൊണ്ട് ഇവർക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടക്കാനായിട്ട് കഴിയത്തില്ല. അന്നേരം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്ന് ദൈവവുമായിട്ടുള്ള ആത്മാവുള്ള ഒരു ബന്ധത്തിലേക്ക് വരികയും നമ്മുടെ പാപഹൃദയത്തെ നീക്കപ്പെടുകയും പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആ പഴയ നിയമത്തിൽ സാധിക്കാതിരുന്ന നന്മ.
പഴയ നിയമത്തിലും പാപ ക്ഷമ എന്ന് പറഞ്ഞിരിക്കുന്ന നന്മ ഉണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥ നന്മ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ദൈവവുമായിട്ടുള്ള ആത്മാവുള്ള ബന്ധമാണ്. നമുക്ക് പലപ്പോഴും അതൊരു നന്മയായിട്ട് നമുക്ക് തോന്നത്തില്ല. അത് നമുക്ക് നന്മയായിട്ട് തോന്നാത്തത് കൊണ്ടാണ് ഇന്നുള്ള പല പ്രവാചകന്മാരും വന്നിട്ട് നിങ്ങൾക്ക് നന്മ വരാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര നമുക്ക് സന്തോഷം തരുന്നത്. നമുക്കിനി ഇതിനേക്കാൾ വലിയൊരു നന്മ തരാനായിട്ടില്ല ദൈവത്തിന്. യേശുക്രിസ്തുവിന് തന്നതിനേക്കാൾ വലിയൊരു നന്മ തരാനായിട്ടില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ഭൗതികമായിട്ടൊന്നും തരത്തില്ലെന്നുള്ളതല്ല, ഇല്ലെങ്കിൽ ദൈവം നമ്മളെ ഭൗതികമായിട്ട് അനുഗ്രഹിക്കത്തില്ലെന്നോ അതൊന്നും നന്മയല്ല തിന്മയാണെന്നോ ഒന്നും അല്ല പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്ന നന്മ പഴയ നിയമ വിശുദ്ധന്മാർക്ക് ലഭിക്കാതിരുന്നതും പുതിയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക്, ഇല്ലെങ്കിൽ ന്യൂ കവനന്റിലേക്ക് കയറുന്നവർക്ക് ലഭിക്കുന്ന നന്മയെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നന്മകളും, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളും ഇതിനേക്കാൾ കൂടുതൽ പഴയ നിയമത്തിൽ തന്നെ അവർക്ക് ലഭിച്ചിരുന്നു. എല്ലാ നന്മകളും, നമ്മൾ ഇന്ന് പറയുന്ന ഏത് കാര്യമാണെങ്കിലും നന്മ എന്ന് ഭൗതികമായിട്ട് നമ്മൾ പറയുന്ന എന്തും പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് നമ്മളെക്കാൾ കൂടുതൽ ലഭിച്ചിരുന്നതാണ്. എന്നാൽ പഴയ നിയമത്തിൽ അവർക്ക് സാധിക്കാതിരുന്നതും ന്യായപ്രമാണം ഒരു നിഴല് പോലെ, ഞാൻ പറഞ്ഞു, ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് പോലെ മുൻപോട്ട് വരാൻ പോകുന്ന ഒരു നന്മ എന്ന നിലയിൽ ഒരു നിഴല് പോലെ കാണിച്ചിരുന്നത് യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ആ പാപക്ഷമയും പാപഹൃദയത്തെ നീക്കപ്പെടുത്തലുമായിരുന്നു. അന്നേരം അതാണ് യേശു ക്രിസ്തു ക്രൂശിൽ കൂടി സാധിച്ചതെന്നാണ് 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് അല്ലെങ്കിൽ എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമയാഗങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ന്യൂനത എന്തായിരുന്നു. പഴയ നിയമ യാഗങ്ങൾ, ആചാര നിയമങ്ങളെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാനിത് നമ്മളുടെ വ്യത്യാസം പറയാനായിട്ട് പറഞ്ഞത്. പഴയ നിയമ ആചാര നിയമങ്ങളുടെ ഏറ്റവും വലിയ ന്യൂനത ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. ഓക്കെ, അതിൻ്റെ 4-ാമത്തെ വാക്യം, 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ പാപമോചനം നടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് 2-ാമത്തെ വാക്യത്തിൽ പറയാണ്. അല്ലെങ്കിൽ പഴയ നിയമത്തിലെ യാഗങ്ങൾക്ക് ഒരുവനെ ശുദ്ധീകരിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപത്തിൻ്റെ മനോബോധം പിന്നെ ഇല്ലായിക്കൊണ്ട് യാഗം കഴിക്കുന്ന ഇന്ന് പോകില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അതായത് യാഗങ്ങൾ ആവർത്തിക്കുന്നതിൻ്റെ കാര്യം പാപം നീക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തെളിയിക്കുകയാണ്. എന്നിട്ട് താഴേക്ക് യേശുക്രിസ്തുവിൻ്റെ യാഗത്തിനെ പറ്റി പറഞ്ഞിട്ട് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അന്നേരം പാപങ്ങളെ മറയ്ക്കുവാൻ കഴിഞ്ഞിരുന്നു, പാപങ്ങളെ നീക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അന്നേരം അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് പോലെ അതൊരു നിഴലായിരുന്നു. അതൊരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം തന്നെയായിരുന്നു. പാപങ്ങളെ നീക്കുന്ന, പുതിയ ഹൃദയത്തെ തരുന്ന ഒരു യാഗം നടക്കാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമായിരുന്നു ആ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് പോലെ യാഗങ്ങൾ കഴിക്കുന്നില്ല അവർ ചെയ്തിരുന്നത്. അല്ലേ? നമുക്കറിയാം, ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് നമ്മളൊരാൾ തന്നിട്ട് നമ്മളത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുകയാണ്, ആ ആളെ വിശ്വസിക്കുകയാണ് ഒരിക്കൽ ഇതിൻ്റെ പൂർത്തീകരണം നടക്കുമെന്നുള്ളത്. അതൊരു വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം അവരെ നീതീകരിച്ചത്, പഴയ നിയമത്തിലുള്ളവരെ നീതീകരിച്ചത്. എന്നാൽ അവർക്ക് യഥാർത്ഥത്തിലുള്ള പുതിയ ഹൃദയം ലഭിച്ചിരുന്നില്ല. അത് പുതിയ ഉടമ്പടിയുടെ കീഴിൽ മാത്രമാണ് ലഭിക്കുന്നത്. അല്ലേ? എന്നാലും ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എനിക്ക് ലഭിച്ചിട്ട് ഞാനത് വിശ്വസിക്കുന്നില്ല, എന്ത് ചെയ്യും? ഞാൻ ചെക്ക് കീറിക്കളയും. ഞാൻ ആ ചെക്ക് കീറിക്കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ടിൽ പൈസ വന്നു കഴിഞ്ഞാൽ എനിക്കത് പൈസ എടുക്കാനായിട്ട് ഒക്കുമോ? ഇല്ല, കാരണം എൻ്റെ കയ്യിൽ ചെക്കില്ല. അതേസമയം പോസ്റ്റ് ഡേറ്റഡ് ചെക്കിൽ പൈസ ഇല്ലെങ്കിൽ പോലും ആ ചെക്ക് കീപ്പ് ചെയ്യുന്ന വ്യക്തിക്ക് അവർ പ്രഖ്യാപിക്കുകയാണ് ഒരു നന്മ വരാനായിട്ട് പോകുന്നു, വരാൻ പോകുന്ന നന്മയുടെ നിഴലായിട്ടാണ് ഞാൻ ഈ യാഗങ്ങൾ കഴിക്കുന്നത് പറയുന്നത്. അന്നേരം ഞാനൊന്നുകൂടി കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് വിശദീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം ആചാര നിയമങ്ങളെപ്പറ്റി അല്ല ഞാൻ പ്രധാനമായിട്ടും ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ മുമ്പോട്ടുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ധാർമ്മിക നിയമങ്ങളെ പറ്റിയാണ്. അന്നേരം ഞാൻ എന്താണ് ഇത്രയും എടുത്തു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആചാര നിയമങ്ങൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിനി യാഗങ്ങളൊന്നും കഴിക്കേണ്ട കാര്യമില്ല, യാഗങ്ങളിൽ കൂടിയുള്ള ശുദ്ധീകരണമൊന്നും ആവശ്യമില്ല, നമ്മൾ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു, നമ്മൾ ന്യായപ്രമാണം ഇല്ലെങ്കിൽ അതിൻ്റെ ധാർമ്മിക നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ല നീതീകരിക്കപ്പെട്ടത്, ആചാര നിയമങ്ങൾ പാലിച്ചുകൊണ്ടും അല്ല നീതീകരിക്കപ്പെട്ടത്, നമ്മൾ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. എന്നാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ദൈവത്തിൻ്റെ ധാർമ്മിക നിയമങ്ങൾ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ 10 കൽപ്പനകളുടെ ലോയുടെ കീഴിലാണ് നമ്മൾ എന്നുള്ളത് പലരും പഠിപ്പിക്കാറായിട്ടുണ്ട്. ഇത് ദൈവവചനം എന്താണ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അന്നേരം ഈ ഓൾഡ് കവനന്റ്, ഞാൻ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് വേറൊരു വിഷയമാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അത് മാത്രം പറഞ്ഞിട്ട് പോവാണ്. അന്നേരം ബൈബിൾ ഉപയോഗിക്കുന്ന ഓൾഡ് കവനന്റ് എന്ന് നീങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ, ഈ ഓൾഡ് കവനന്റ് എന്നുള്ളത് മോശയിൽ കൂടി സ്ഥാപിച്ച കവനന്റിനെ പറ്റിയാണ് ബൈബിൾ ഓൾഡ് കവനന്റ് എന്നും ലോ എന്നും ഒക്കെ പറയുന്നത്. നമ്മൾ പഴയ നിയമം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം മനുഷ്യവർഗമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 4 ഉടമ്പടികൾ ചെയ്തതായിട്ട് നമ്മൾ കാണാനായിട്ട് കഴിയും. അതിലെ 3-ാമത്തെ
ഒരു ഉടമ്പടിയാണ് മോശയിൽ കൂടി കൊടുത്ത ഉടമ്പടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നാല് ഉടമ്പടി ഉള്ളതിൽ മൂന്നാമത്തെയാണ് അത് തന്നെ മൂന്നാമത്തെ ഉടമ്പടിയാണ്. എന്നിട്ട് ഞാൻ അത് മാത്രം ഒന്ന് വിശദീകരിക്കണം. അതിലുള്ള ബാക്കിയുള്ള മൂന്ന് ഉടമ്പടികൾ ഇപ്പോഴും നിലനിൽക്കുന്നു. മോശയിൽ കൂടിയുള്ള ഉടമ്പടി മാത്രമേ ദൈവം നീക്കിയിട്ട് പുതിയ ഉടമ്പടി നമുക്ക് തന്നിട്ടുള്ളൂ. അന്നേരം റീപ്ലേസ് ചെയ്തിരിക്കുന്ന ഏത് കവനൻ്റ് ആണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പറയാണ്. അന്നേരം ഒന്ന്, നോഹയെടുത്ത് ദൈവം ചെയ്തൊരു കവനൻ്റാണ്. അത് നോഹയിൽ കൂടി മനുഷ്യവർഗത്തിൻ്റെ അടുത്ത് ദൈവം ചെയ്തൊരു കവനൻ്റാണ്. നമ്മൾ അത് അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ദൈവം മഴയുമായിട്ട് ബന്ധപ്പെട്ട് മഴവില്ല് വെച്ചുകൊണ്ട് ഒരു കവനൻ്റ് ചെയ്യുന്നുണ്ട്. അത് ഇന്നും നിലനിൽക്കുന്ന കവനൻ്റാണ്. രണ്ടാമത് ദൈവം അബ്രഹാമിനടുത്തൊരു കവനൻ്റ് ചെയ്യുന്നുണ്ട്. അത് ഇസ്രായേൽ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു കവനൻ്റാണ്. ആ കവനൻ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലരും പറയുന്നത് ആ കവനൻ്റ് ദൈവം നീക്കിയിട്ട് ദൈവം സഭയെ ഇസ്രായേലിന് പകരമായിട്ട് സ്ഥാപിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. അന്നേരം അബ്രഹാമുമായിട്ട് ചെയ്ത ആ കവനൻ്റ് ദൈവം നിലനിൽക്കുന്നു. ശരിക്കും അബ്രഹാമിൻ്റെ ആ കവനൻ്റെ പൂർത്തീകരണമായിട്ട് തന്നെയാണ് യേശുക്രിസ്തു വന്നത്. അന്നേരം അബ്രഹാമുമായിട്ട് ചെയ്ത കവനൻ്റ് നിലനിൽക്കുന്നു. മൂന്നാമത്തേത് മോശയുമായിട്ട് ചെയ്ത കവനൻ്റ് ഉണ്ട്. ആ മോശയുമായിട്ട് ചെയ്ത കവനൻ്റാണ് പഴയ ഉടമ്പടി എന്ന് ബൈബിളിൽ എപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. അത് ദൈവം മാറ്റിയിട്ട് യേശുക്രിസ്തുവിൽ കൂടി ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. നാലാമത്തേത് ദാവീദുമായിട്ട് ചെയ്യുന്നൊരു കവനൻ്റാണ്. ദാവീദിൻ്റെ മകനായിട്ട് ഒരു സിംഹാസനത്തിൽ യേശുക്രിസ്തു വന്ന് വാഴുന്നത്. അതും ഇന്നും നിലനിൽക്കുന്നതാണ്. അന്നേരം ബാക്കിയുള്ള കവനൻ്റുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മോശമായിട്ട് ചെയ്ത കവനൻ്റ് മാത്രമാണ് ഒബ്സലേറ്റ് ആയത്. അന്നേരം അതിനെപ്പറ്റിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഞാനിത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അന്നേരം ബൈബിൾ പഠിപ്പിക്കുന്നത് മോശയുമായിട്ട് ചെയ്ത ആ കവനൻ്റ് അത് കംപ്ലീറ്റ് ആയിട്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒബ്സലേറ്റ് ആയിപ്പോയി എന്നും ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിന്ന്, അത് ധാർമ്മിക നിയമങ്ങളുടെ കീഴിൽ നിന്ന് തന്നെ വിശ്വാസികളെ മാറ്റിയെന്നുമാണ് ദൈവം പഠിപ്പിക്കുന്നത്. അന്നേരം അല്ലാതെ ന്യായപ്രമാണം അനുസരിച്ചിട്ടല്ല വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ട വിശ്വാസികൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണെന്നോ ദൈവത്തിൻ്റെ പഴയ നിയമത്തിലെ ധാർമ്മിക നിയമത്തിൻ്റെ കീഴിലാണോ എന്ന് ദൈവനും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ദൈവം പഠിപ്പിക്കുന്നത്. ആദ്യമേ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഇത് ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത് നമ്മൾ നോക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു അഭിപ്രായമാണോ അതോ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? ബൈബിൾ അങ്ങനെ പഠിപ്പിക്കാത്ത കാര്യമാണോ ഞാൻ പറയുന്നുള്ളത്? നിങ്ങൾ ബൈബിളിൽ നിന്ന് തന്നെയാണ് പരിശോധിച്ച് നോക്കണം. അന്നേരം ഞാൻ ജസ്റ്റ് വാക്യങ്ങൾ മാത്രം എടുക്കുകയാണ്. വാക്യങ്ങൾ നമുക്കെടുക്കാം. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഫോർ സിൻ ഷാൽ ഹാവ് നോട്ട് ഡൊമിനിയൻ ഓവർ യു, ഫോർ യു ആർ നോട്ട് അണ്ടർ ലോ ബട്ട് അണ്ടർ ഗ്രേസ്. ഇവിടെ ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ധാർമ്മിക നിയമങ്ങളെ പറ്റി തന്നെയാണ്. കാരണം 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അത് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആചാര നിയമങ്ങളല്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ 14-ാമത്തെ വാക്യം, നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല കൃപയ്ക്ക് അത്ര അതിൻ്റെയാക്കിയാൽ. ഫോർ സിൻ ഷാൽ നോട്ട് ബി മാസ്റ്റർ ഓവർ യു, ഫോർ യു ആർ നോട്ട് അണ്ടർ ലോ. അവിടെ ക്ലിയർ ആയിട്ട് പറയാണ്, നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല. ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പെട്ടെന്നോട്ടൊന്ന് ഇതിൻ്റെ വിട്ടുപോയി എന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നു മാത്രമേ ഉള്ളൂ. ന്യായപ്രമാണം ദൈവം എടുത്ത് നീക്കിയെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ന്യായപ്രമാണത്തിന് കീഴിൽ നീക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ദൈവത്തിൻ്റെ ആ ന്യായപ്രമാണം ദൈവം ക്യാൻസൽ ചെയ്തിട്ടില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ക്യാൻസൽഡായി, ഇല്ലെങ്കിൽ വിശ്വാസികൾ ആ ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരു വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിലെ ഒരു നിയമമുണ്ട്. ഇന്ത്യയിലായിരിക്കുന്നിടത്തോളം ആ നിയമം ഇന്ത്യയിലുള്ളവർക്കെല്ലാം ആപ്ലിക്കബിൾ ആണ്. എന്നാൽ ഇന്ത്യൻ പൗരത്വം വിട്ടിട്ട് ഒരാൾ അമേരിക്കയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നിയമം അവിടെ ആപ്ലിക്കബിൾ ആണ്, ആ നിയമം മാറിയിട്ടില്ല. എന്നാൽ ആൾ ആ നിയമത്തിൽ നിന്നും എൻ്റെ കീഴിൽ നിന്ന് മാറി. ഇപ്പോൾ വിജയ് മല്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ത്യൻ നിയമപ്രകാരം ശിക്ഷായോഗ്യനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് നേരെ രക്ഷപ്പെട്ട് എവിടെയാണ്, ബ്രിട്ടനിലേക്ക് പോയി. അന്നേരം ഇന്ത്യൻ നിയമത്തിന് കീഴിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. ഞാൻ വേറൊരു രീതിയിലൊരു എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ, കൃത്യമാണോന്നില്ല. അന്നേരം പൗലോസ് പറയുന്നത് ഇത് തന്നെയാണ്, വിശ്വാസികളുടെ അടുത്ത് പറയാണ്, നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല കൃപയുടെ കീഴിലാണ് എന്ന് പറയാണ്. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഇതിൻ്റെ തുടർന്ന് വരുമ്പോൾ പറയാണ്, ഇപ്പോഴും നമ്മെ പിടിച്ചടക്കിയ ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മൾ മരിച്ചിരിക്കുന്നുണ്ട്. വി ആർ റിലീസ്ഡ് ഫ്രം ദ ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 2-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃ ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവളായി, ഷീ ഈസ് റിലീസ്ഡ് ഫ്രം ദ ലോ. അന്നേരം അടുത്ത വാക്യം പറയാണ്, അതുപോലെ തന്നെ നിങ്ങളും യു ആർ ഫ്രീഡ് ഫ്രം ദ ലോ. ന്യായപ്രമാണ സംബന്ധമായിട്ട് നിങ്ങൾ മരിച്ചിരിക്കുന്നു. 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ന്യായപ്രമാണ സംബന്ധമായിട്ട് നിങ്ങൾ മരിച്ചിരിക്കുന്നു. 3-ാമത്തെ വാക്യത്തിൽ പറയാണ്, വ്യഭിചാരിണി എന്ന് വരാതോണം അവൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായിരിക്കുന്നു. 6-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് നാം മരിച്ചിരിക്കെ കൊണ്ട്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ബട്ട് നൗ വി ഹാവ് ബീൻ റിലീസ്ഡ് ഫ്രം ദ ലോ. അന്നേരം
റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതായിരിക്കും യു ആർ നോട്ട് അണ്ടർ ദ ലോ. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറയാണ് യു ആർ റിലീസ്ഡ് ഫ്രം ദ ലോ. ഇനി ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞാണ് ഇപ്പോൾ നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അല്ല, നമ്മൾ ശിശുപാലകന്റെ കീഴിലല്ല. ഗലാത്യ ലേഖനം 3-ന്റെ 25 ഇവിടെ പറയാണ്, എന്നാൽ നാം വിശ്വാസത്തിൽ നീതിയിരിക്കപ്പെട്ടത് ന്യായപ്രമാണം യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുത്തുവാൻ ശിശുപാലകനായിട്ട് ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ശിശുപാലകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മിക നിയമങ്ങളാണ്. ന്യായപ്രമാണത്തിന് ആചാര നിയമങ്ങളല്ല, ധാർമ്മിക നിയമങ്ങളാണ്. നമ്മൾ ഈ ലോയുടെ കീഴിൽ അല്ല എന്നാണ് ദൈവം പഠിപ്പിച്ചിരിക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. 5-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. അന്നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും വാക്യങ്ങളിൽ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല, നിങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്ന് റിലീസ്ഡ് ആയ വ്യക്തികളാണ്, ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായ വ്യക്തികളാണ്. ന്യായപ്രമാണത്തിന് നിങ്ങളുടെ മുകളിൽ ഇനി അധികാരമില്ല. ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്താണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ കാര്യം വേറൊരു രീതിയിൽ ന്യായപ്രമാണം നീക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. അല്ല, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമാണിത്. ന്യായപ്രമാണം നീക്കപ്പെട്ടു എന്നുള്ള വാക്യം അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം നീക്കപ്പെട്ടു, ഇല്ലെങ്കിൽ വിശ്വാസികൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നീക്കപ്പെട്ടു എന്നുള്ളതാണ്. കൊലോസ്യ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യങ്ങൾ, 14-15 വാക്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിക്രമങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്. ഇത് ചിലർ വിശദീകരിക്കാറുണ്ട്, ഇത് ന്യായപ്രമാണത്തെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ആൾക്കാർക്ക് വരുന്ന ശിക്ഷാവിധിയെ പറ്റിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കാര്യം മനസ്സിലാക്കണം, ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് മാറാതെ ശിക്ഷാവിധിയുടെ കീഴിൽ നമുക്ക് മാറാനായിട്ട് കഴിയത്തില്ല. ന്യായപ്രമാണത്തിന് കീഴിലാണ് നിങ്ങൾ, പക്ഷേ ശിക്ഷാവിധിയിൽ നിന്ന് മാത്രം നിങ്ങളെ മാറ്റിയെന്ന് ഒരു ടീച്ചിങ് ബൈബിളിലില്ല. കാരണം ഇഫ് യു ആർ അണ്ടർ ദ ലോ യു ആർ അണ്ടർ ദ കണ്ടംനേഷൻ. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിലും സ്വതന്ത്രരായവരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു പറഞ്ഞിടത്താണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശിക്ഷാവിധി മാത്രമല്ല, നമുക്ക് വിരോധമായിട്ടുള്ള ന്യായപ്രമാണം എന്ന കൈയെഴുത്ത് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും? നമ്മൾ മനസ്സിലാക്കണം, കൊലോസ് ലേഖനത്തിന്റെ പാരലായിട്ടുള്ളൊരു ലേഖനമാണ് എഫേസ് ലേഖനം. അന്നേരം കൊലോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ എഫേസ് ലേഖനം കൂടെ വായിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. എഫേസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കൊലോസ് ലേഖനം കൂടി ചേർത്ത് വായിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. അന്നേരം കൊലോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്റെ കൈകൊണ്ട് എഴുതി മോശയ്ക്ക് കൊടുത്ത് ആ കൈയെഴുത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് എഫേസ് ലേഖനത്തിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എഫേസ് ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഇതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുകയാണ്, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി. അന്നേരം അവിടെ പറഞ്ഞിരിക്കുന്നത് ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്നുള്ളത് യേശുക്രിസ്തു തന്റെ ക്രൂശ് മരണത്തിൽ കൂടി നീക്കി. ആർക്ക്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, യേശുക്രിസ്തുവിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കൽപ്പനകൾ നമുക്ക് നീക്കപ്പെട്ടതാണ്, നമ്മൾ ആ കൽപ്പനയുടെ കീഴിൽ നിന്നും നീക്കപ്പെട്ടതാണ് എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഇത് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇതൊരു സത്യമാണ്. ബൈബിൾ ഒറ്റയൊരു വാക്യത്തിൽ പോലും പുതിയ നിയമത്തിലേക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിക്കപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ന്യായപ്രമാണത്തിന്റെ ധാർമ്മിക നിയമങ്ങൾക്കോ ആചാര നിയമങ്ങൾക്കോ കീഴിലാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു വാക്യം പോലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബൈബിളിൽ ഇല്ലാത്തൊരു ഉപദേശം ഒരു എക്സാമ്പിൾ വഴി നമുക്ക് സ്ഥാപിക്കാനായിട്ട് കഴിയത്തില്ല. ബൈബിളിൽ ഉള്ളൊരു ഉപദേശം എക്സാമ്പിൾ വഴി നമുക്ക് വിശദീകരിക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യം. അന്നേരം ഇത് എങ്ങനെയാണ് ന്യായപ്രമാണത്തിൽ നമ്മൾ സ്വതന്ത്രരായ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ന്യായപ്രമാണം എപ്പോഴാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു. ദൈവവുമായിട്ടുള്ളൊരു ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു റിലേഷൻ, എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ റിലേഷൻ
ഉണ്ടായിരുന്ന സമയത്ത് ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവവും മനുഷ്യനും തമ്മിൽ ആത്മാവിൽ ഒന്നായിരുന്നപ്പോൾ, ആത്മാവിനാൽ അവൻ നടത്തപ്പെട്ടിരുന്നപ്പോൾ അവന് ന്യായപ്രമാണം ഉണ്ടായിരുന്നില്ല. അവനുള്ള ആ ഏക കൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. അതാണ് നന്മ തിന്മകളെ പറ്റിയുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നന്മയും തിന്മയും പറഞ്ഞു കൊടുക്കുന്നത് ന്യായപ്രമാണമാണ്. കൽപ്പനകൾ കൂടിയാണ് നന്മയും തിന്മയും തിരിച്ചറിയുന്നത്. അങ്ങനെ നീ നന്മയും തിന്മയും തിരിച്ചറിയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കൽപ്പനകളുടെ ലിസ്റ്റിൽ കൂടി നീ നന്മയും തിന്മയും തിരിച്ചറിയുന്നതിന് പകരം ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ നന്മ എന്താണെന്ന് പറഞ്ഞു തരും, അതും അതിനനുസരിച്ച് നടക്കുക എന്നുള്ള നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്ന ആത്മാവിലുള്ള ആ ബന്ധത്തിന്റെ ആ പിക്ചറാണ് പഴയ നിയമത്തിന് മുമ്പ്, അല്ലെങ്കിൽ വീഴ്ചയ്ക്ക് മുമ്പായിട്ട് മനുഷ്യനുണ്ടായിരുന്നത്. എന്നാൽ ആ ലവ് റിലേഷനിൽ നിന്നും മനുഷ്യൻ ബ്രേക്ക് ആയപ്പോഴാണ് അവൻ്റെ മനസാക്ഷിയിൽ ന്യായപ്രമാണം വന്നത്. പിന്നീട് അത് എഴുതപ്പെട്ട കൽപ്പനകളായിട്ട് ദൈവം കൊടുക്കുകയായിരുന്നു. നേരെ എഴുതപ്പെട്ട കൽപ്പനകൾ ഉണ്ടായതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസാക്ഷിയിലുള്ള പാപത്തെ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ലംഘനം പെരുകിയപ്പോൾ ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നു എന്നാണ് ഗലാത്യ ലേഖനവും റോമാലേഖനവും പറഞ്ഞത്. ഞാനീ പറയുന്ന എല്ലാം ധാർമ്മിക നിയമങ്ങളെ പറ്റിയാണ്, ആചാര നിയമങ്ങളെ പറ്റി അല്ല. അന്നേരം അങ്ങനെയാണ് ഇത് വന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനുഷ്യന് ഒരു പാപഹൃദയം ഉണ്ടായപ്പോൾ, ഇല്ലെങ്കിൽ ഒരു പഴയ മനുഷ്യൻ അവൻ്റെ ഉള്ളിലുണ്ടായപ്പോൾ അവനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ഒരു കൽപ്പനകളായിരുന്നു ന്യായപ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് റിലീസായെന്ന് ബൈബിൾ ഈ വാക്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നു. ന്യായപ്രമാണത്തിൽ നമ്മൾ സ്വതന്ത്രരായിരിക്കുന്നു. ദൈവം കൊടുത്ത 10 കൽപ്പനകളൊന്ന് ആ ധാർമ്മിക നിയമങ്ങളിൽ തന്നെ നമ്മൾ സ്വതന്ത്രരായിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ സ്വതന്ത്രരായെന്നുള്ളതാണ് ചോദ്യം. അന്നേരം അത് റോമാലേഖനം 7-ാമത്തെ അധ്യായം, ഇതൊക്കെ ഞാൻ മുമ്പ് എടുത്തിട്ടുള്ളതാണ്, എങ്കിലും ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം വിശദീകരിക്കുകയാണ്. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറയാണ്, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. അന്നേരം പൗലോസ് സംസാരിക്കുന്ന ഈ ന്യായപ്രമാണം അറിയുന്നവരുടെ അടുത്ത് തന്നെയാണ്. ലോ വ്യക്തമായിട്ട് അറിയുന്നവർക്ക് പറയാണ്, ഒരു ലോയ്ക്ക് ഒരു മനുഷ്യന്റെ മേൽ അധികാരമുള്ളത്, ഇല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത്, നിയമപരമായിട്ട് അവൻ്റെ മേൽ അധികാരമുള്ളത് എപ്പോഴാണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരു മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തോളം ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അന്നേരം ഒരു മനുഷ്യന് അവൻ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ആ ലോയ്ക്ക് അവൻ്റെ മേൽ അധികാരമുള്ളൂ. നേരെ അത് താഴെ വേറൊരു എക്സാമ്പിൾ കൂടി വീണ്ടും പറയാം, ഞാൻ വിശദീകരിക്കാം. ഇപ്പം ഞാൻ ഈ അമേരിക്കയിലെ ഒരു ലോയുടെ കീഴിലാണ്. ആ ലോയിൽ പ്രകാരം ഞാൻ കൊലപാതകം, അല്ലെങ്കിൽ ഞാൻ മർഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വധശിക്ഷയുണ്ട്, ഇല്ലെങ്കിൽ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ശിക്ഷകളുണ്ടെന്ന് പറയാം. അന്നേരം ഇങ്ങനെ എല്ലാ തെറ്റുകളൊക്കെ ഞാൻ ചെയ്തു എന്ന് വെക്കുക. ചെയ്തിട്ട് എന്നെ ശിക്ഷയ്ക്കും വിധിച്ചു, എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, ഇല്ലെങ്കിൽ എന്നെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. എന്നാൽ ആ ശിക്ഷ വിധിച്ച ഞാൻ ആ ശിക്ഷ അനുഭവിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശിക്ഷയിൽ നിന്ന് ഞാൻ സ്വതന്ത്രനായി. കാരണം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ ലോയുടെ മേൽ അധികാരമുള്ളൂ, ലോയ്ക്ക് അവരുടെ മേൽ അധികാരമുള്ളൂ. ഇതേപോലെ തന്നെ പൗലോസ് താഴെ പറയാണ്, ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവർ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായെന്ന് പറയുന്നത്. അന്നേരം ഭർത്താവുള്ള സ്ത്രീ, ആ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ആ ലോയ്ക്ക് അധികാരമുള്ളൂ. അതൊരു എക്സാമ്പിൾ വഴി പറയുന്നത് മാത്രമേ ഉള്ളൂ. എക്സാക്ട്ലി അതുപോലെ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പഴയ മനുഷ്യൻ, ഗലാത്യയിൽ പറഞ്ഞിരിക്കുന്ന ഞാൻ ജീവിച്ചിരുന്നപ്പോൾ, എൻ്റെ പഴയ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോഴായിരുന്നു ഈ ന്യായപ്രമാണത്തിന് എൻ്റെ മേൽ അധികാരം ഉണ്ടായിരുന്നത്. ഞാൻ ക്രിസ്തുവിനോട് കൂടി മരിച്ചപ്പോൾ, റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ട് മരിച്ചപ്പോൾ ആ ലോയിലേക്ക് എൻ്റെ മുകളിൽ നിന്നുള്ള അധികാരം നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവർ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്ന് പേര് വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രയായിരിക്കുന്നു. ഒരു എക്സാമ്പിൾ വഴി പറയുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ പറയാണ്, ഒരു സ്ത്രീ, ആ സ്ത്രീയോ ആ സ്ത്രീയുടെ ഭർത്താവ്, ആ സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ വളക്കല്ലിന് കഴിയത്തില്ല. ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലോ അവിടെ ആപ്ലിക്കബിൾ അല്ല, ആ ലോയിൽ നിന്ന് ആ വ്യക്തി റിലീസ്ഡായി. അതുപോലെ തന്നെ നമ്മുടെ പഴയ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ, നമുക്കൊരു പാപ സ്വഭാവം ഉണ്ടായിരുന്നപ്പോൾ, ലോയ്ക്ക് നമ്മുടെ മേൽ, ധാർമ്മിക നിയമങ്ങൾക്ക് നമ്മുടെ മേൽ അധികാരമുണ്ടായിരുന്നു. ഇപ്പോൾ ആ ധാർമ്മിക നിയമങ്ങളിൽ നിന്നും 10 കൽപ്പനകളിൽ നിന്നും ദൈവത്തിൻ്റെ പഴയ നിയമ ന്യായപ്രമാണത്തിൽ നിന്നും നമ്മൾ സ്വതന്ത്രരായി എന്നാണ് പഠിപ്പിക്കുന്നത്. ഒരു മരണത്തിൽ കൂടി നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അന്നേരം അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരാൾ പഠിപ്പിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരാൾ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേൾക്കുന്ന ആൾക്കാരിൽ നിന്ന് ഉണ്ടാകുന്ന ചോദ്യം എന്തായിരിക്കും? നമുക്കൊന്ന് ഊഹിച്ച് പറയാം. എന്തായിരിക്കും ഇങ്ങനെ ഒരാൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം? ഇത് ബൈബിളിന്റെ ടീച്ചിങ് ആണ്, നിങ്ങൾ ന്യായപ്രമാണത്തിന് അധീനതയല്ല,
ന്യായപ്രമാണത്തിന് നിങ്ങളുടെ മേലെ അധികാരമില്ല, നിങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രരാണ് എന്ന് പഠിപ്പിച്ചാൽ അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് കേൾവിക്കാരിൽ നിന്നുണ്ടാകും ചോദ്യം എന്തായിരിക്കും? അപ്പോൾ ഒന്നും ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഏതാ? ഒന്നും ഒന്നും പ്രവർത്തിക്കേണ്ടതെന്ന് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പ്രവർത്തിക്കേണ്ട എന്നുള്ളതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ലെങ്കിൽ നമുക്ക് പാപം ചെയ്യാമല്ലോ എന്നാണ് ആ ചോദ്യം വരുന്നത്, അല്ലേ? എക്സാക്ട്ലി ആ ചോദ്യം പൗലോസിൻ്റെ അടുത്ത് ചോദിക്കുന്നു. പൗലോസ് ഈ കാര്യം, ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെ പൗലോസ് പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം അവർ കേൾക്കുന്ന ആൾക്കാർ ചോദിക്കുന്നത് പൗലോസ് തന്നെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, എന്നാൽ എന്ത് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ? ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പഠിപ്പിക്കുന്നതിൽ കൂടി എന്താണ് ഉദ്ദേശിക്കുന്നത്? കാരണം ന്യായപ്രമാണം ലംഘിക്കുന്നതാണ് പാപം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അന്നേരം കൽപ്പനാ ലംഘനമാണ് പാപം. ഇപ്പോൾ കൽപ്പന ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാപം ചെയ്യാമെന്നാണോ നിങ്ങൾ പഠിപ്പിക്കുന്നതെന്നാണ് ചോദ്യം വരുന്നത്. അന്നേരം എൻ്റെ ഒരു ചോദ്യം, ഇങ്ങനെ ഒരാൾ ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് പഠിപ്പിച്ചെങ്കിലേ അങ്ങനെ ചോദ്യം വരത്തുള്ളൂ, അല്ലേ? നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് നിങ്ങൾ നീക്കപ്പെട്ടു എന്ന് നിങ്ങൾ ഒരു വ്യക്തി പഠിപ്പിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം തന്നെ വരത്തില്ല, അല്ലേ? അന്നേരം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള കൃപയുടെ സുവിശേഷം, യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷം പഠിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ചോദ്യം ഉണ്ടാവും. എന്താണ് സഹോദരൻ പറഞ്ഞു വരുന്നത്? കൃപയുടെ കീഴിലാണ് എങ്കിൽ, ന്യായപ്രമാണത്തിന് അധീനതെങ്കിൽ നമുക്ക് പാപം ചെയ്യാമെന്നാണോ പറയുന്നുള്ള ഒരു ചോദ്യം വരും. അങ്ങനെ ഒരു ചോദ്യം വരാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ യഥാർത്ഥമുള്ള സുവിശേഷം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, അല്ലേ? ഇപ്പോൾ ഒരാൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ കൂടിയല്ല നീതീകരിക്കപ്പെട്ടത്, എന്നാൽ നീതീകരിക്കപ്പെട്ട ശേഷം നിങ്ങൾ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരാളുടെ ഈ ഒരു ചോദ്യം തന്നെ വരത്തില്ല, അല്ലേ? അങ്ങനെ ഒരു ചോദ്യം അവിടെ ഒരു പ്രസക്തമേ അല്ല. എന്നാൽ ഒരു വ്യക്തി പഠിപ്പിക്കുകയാണ്, ഇല്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുന്ന അതേപോലെ തന്നെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നീതീകരിക്കപ്പെട്ടത് ന്യായപ്രമാണം അനുസരിച്ചിട്ടല്ല, നിങ്ങൾ നീതീകരിക്കപ്പെട്ട വ്യക്തി ന്യായപ്രമാണത്തിന് കീഴിലും അല്ല എന്ന് പഠിപ്പിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി സ്വാഭാവികമായിട്ടും ആ ഒരു ചോദ്യം ഒരാളിൽ നിന്നുണ്ടാവും. നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല എങ്കിൽ ഇവിടെ പാപം ചെയ്യാമെന്നാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇവിടെയാണ് ഒരു ക്രൂഷ്യൽ ആൻസർ വരുന്നത്. എന്നിട്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഹോളിനെസ് പ്രീച്ചേഴ്സിന് 90% ആൾക്കാർക്കും പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു ഹിസ്റ്ററി അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു സമയത്ത് കേരളത്തിൽ എന്നല്ല ലോകമെമ്പാടും തന്നെ പലപ്പോഴും ഒരു ഹൈപ്പർ ഗ്രേസിൻ്റെ ടീച്ചിങ് വന്നിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പാപം ചെയ്യുന്നത് ദൈവം വിഷയമേ ആക്കുന്നില്ല. നിങ്ങൾ പാപം ചെയ്യുമ്പോൾ കൃപയിൽ നിന്നല്ല വീഴുന്നത്, കൃപയിലേക്കാണ് വീഴുന്നത് എന്നുള്ള രീതിയിൽ പാപം ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് യാതൊരു നിയമവുമില്ല, ദൈവം നിങ്ങളെ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്നുള്ള ഒരു പഠിപ്പീര് വന്നിരുന്നു. അന്നേരം ആ പഠിപ്പീര് വന്നപ്പോൾ കേരളത്തിലുള്ള പല ടീച്ചേഴ്സും, മിക്കവാറും ദൈവനൊന്നും പഠിപ്പിക്കാറില്ല, പഠിപ്പിക്കുന്ന പലരും പഠിപ്പിക്കാൻ തുടങ്ങി, അല്ലല്ല നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിൽ തന്നെയാണ്, നമ്മൾ ന്യായപ്രമാണം അനുസരിച്ചാണ് ജീവിക്കേണ്ടത് പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെയാണ് തെറ്റ് വന്നത്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി കൃപയെ വികലമായിട്ട് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ന്യായപ്രമാണം പഠിപ്പിക്കുകയല്ല വേണ്ടത്, കൃപ ശരിയായിട്ട് പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു വ്യക്തി കൃപയെ വികലമായിട്ട് പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹൈപ്പർ ഗ്രേസ് എന്നുള്ള രീതിയിലുള്ള വികലമായിട്ടുള്ള കൃപ പഠിപ്പിക്കുമ്പോൾ അതിന് ആൻറ്റിഡോട്ടായിട്ട് പഠിപ്പിക്കേണ്ടത് ന്യായപ്രമാണമല്ല, മറിച്ച് യഥാർത്ഥ കൃപയാണ്. അതുകൊണ്ടാണ് പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ സത്യകൃപയെ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഹോളിനെസ് പ്രീച്ചേഴ്സിന് പറ്റിയ തെറ്റെന്താണ്? അവർ ഹൈപ്പർ ഗ്രേസ് പഠിപ്പിക്കൽ വന്നപ്പോൾ അവർ യഥാർത്ഥ കൃപ പഠിപ്പിക്കേണ്ടതിന് പകരം അവർ ന്യായപ്രമാണം പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അവർ പറയാണ് ന്യായപ്രമാണത്തിന് കീഴിലാണ്, നമ്മൾ നീതീകരിക്കപ്പെട്ടത് മാത്രം വിശ്വാസാലുള്ളൂ, നമ്മൾ ഇനി ന്യായപ്രമാണം അനുസരിച്ചാണ് ജീവിക്കേണ്ടത് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അതൊരു റോങ് ടീച്ചിങ് ആണ്. അത് റോങ് ടീച്ചിങ്ങിനെതിരെയുള്ള റോങ് ടീച്ചിങ് ആണ്. അതാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഞാനിത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ 90% മലയാളി ഹോളിനെസ് പ്രീച്ചേഴ്സ് ഇത് പഠിപ്പിക്കത്തില്ല. അവർ പഠിപ്പിക്കുന്നത് വീണ്ടും ജനിച്ച വ്യക്തി ന്യായപ്രമാണം അനുസരിച്ചാണ് ജീവിക്കേണ്ടതാണ്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല, പൗലോസ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അപ്പോസ്തലന്മാർ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അന്നേരം എന്തിൻ്റെ എതിരായിട്ടാണ് പഠിപ്പിക്കുന്നത്? ഒരു റോങ് ഗ്രേസ് ആണ് ഇവർ പഠിപ്പിക്കുന്നത്. പാപം ചെയ്യാം, കൃപയുടെ അണ്ടറിലാണെങ്കിൽ നിങ്ങൾ പാപം ചെയ്യാമെന്ന് പഠിപ്പിക്കുമ്പോൾ ആ ഒരു ചോദ്യം വരുമ്പോൾ പൗലോസ് അതിന് മറുപടി പറയുന്നതാണ്. പൗലോസ് മറുപടി പറയുന്നത്
പൗലോസ് അതിന്റെ ഉപദേശ രൂപം വിശദീകരിക്കണം. പൗലോസ് ഉടനെ പറയുന്നില്ല, അല്ലല്ല, നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ തന്നെയാണ്, ന്യായപ്രമാണം അനുസരിച്ചാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടതെന്ന് പറയുന്നില്ല. അതിന് പകരം പൗലോസ് എന്താണ് പറയുന്നത്? പൗലോസ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വേറൊരു കാര്യം വിശദീകരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മരണത്തിൽ കൂടി ന്യായപ്രമാണത്തിൽ നിങ്ങൾ സ്വതന്ത്രരായി, അതിനൊരു മാറ്റവുമില്ല. നിങ്ങളെ തിരിച്ച് വീണ്ടും ന്യായപ്രമാണത്തിന് കീഴിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ന്യായപ്രമാണത്തിന് കീഴിരിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് പൗലോസ് അതിന്റെ തുടർച്ച വിശദീകരിക്കുന്നുണ്ട്. അതാണ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. മുമ്പോട്ട് പറയുമ്പോൾ പറയാണ്, ഇതിന്റെ സ്വതന്ത്രരായ 3-ാമത്തെ വാക്യത്തിൽ റോമാലേഖനം 7-3 നിങ്ങൾ സ്വതന്ത്രരായി എന്നുള്ളത് ഉറപ്പിച്ചു പറയാണ്. ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്ക് അത്രേ അധീനരാകിയാൽ ഞങ്ങൾക്ക് പാപം ചെയ്യാമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാണ്. വീണ്ടും പൗലോസ് പറയാണ്, നോ, യു ആർ ഫ്രീഡ് ഫ്രം ദ ലോ. അത് കറക്റ്റ് തന്നെയാണ്. ഞാൻ ആ ഉപദേശത്തിൽ വ്യത്യാസം ഒന്നും വരുന്നില്ല, അത് ഉറപ്പിക്കുകയാണ്. ഭർത്താവ് മരിച്ചു എങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരണി എന്ന വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി എന്ന് പറഞ്ഞിട്ട് പറയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ദെയർഫോർ എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പറഞ്ഞിട്ട് പറയാണ്, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചുയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. എന്താണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പൗലോസ് പറഞ്ഞിരിക്കുന്നത്, യു ആർ ഫ്രീഡ് ഫ്രം ദ ലോ ബട്ട് യു ആർ ഇൻ എ റിലേഷൻ നൗ. ഉൽപ്പത്തിയിലെ പോലെ നിങ്ങൾ ഫ്രീ ആയത്, അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, നിങ്ങൾ ഫ്രീ ആയത് പാപം ചെയ്യാനായിട്ടല്ല, ദൈവത്തെ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീ ആയത്. ഇതായിരുന്നു പഴയ നിയമത്തിൽ സാധിക്കായിരുന്നത്, ഇതാണ് ഇപ്പോൾ സാധിക്കുന്നത്. അന്നേരം ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായത് യേശുക്രിസ്തു എന്ന വ്യക്തിയുമായിട്ടുള്ള ആത്മബന്ധത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴോ നമ്മളെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിക്ക കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തില്ല. അക്ഷരത്തിന്റെ പഴക്കം എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ്, 10 കൽപ്പനകളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അക്ഷരത്തിന്റെ പഴക്കത്തില്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കും. അന്നേരം അവിടെ ഒരു ക്ലിയർ ആയിട്ടൊരു കാര്യം പറയാനുണ്ട്, സോ ദാറ്റ് വി സെർവ് ഇൻ ദ ന്യൂനെസ് ഓഫ് സ്പിരിറ്റ് ആൻഡ് ഡു നോട്ട് ഇൻ ദ ഓൾഡ്നെസ് ഓഫ് ലെറ്റർ. അന്നേരം വി ആർ റിലീസ്ഡ് ഫ്രം ദ ലോ ടു സെർവ്. അന്നേരം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒബീഡിയൻസ് അല്ല അവിടെ ദൈവം മാറ്റിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ദൈവത്തെ സേവിക്കാതിരിക്കുക എന്നുള്ളതല്ല, സേവിക്കാൻ വേണ്ടിയിട്ടാണ് ന്യായപ്രമാണത്തിൽ നിന്ന് കീഴിൽ മാറ്റപ്പെട്ടിരിക്കുന്നത്. അതായത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്നും മാറ്റപ്പെട്ടിട്ട് വേറൊരു പ്രമാണത്തിന്റെ കീഴിലേക്ക് വന്നു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിലേക്ക് വന്നു എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇതാണ് ദൈവവചനം തുടർച്ചയായിട്ട് പഠിപ്പിക്കുന്നത്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന കൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ. യഥാർത്ഥ കൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്ക് അധീനരാകിയാൽ നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു യേശുക്രിസ്തുവുമായിട്ടുള്ള വേറൊരു വ്യക്തിയുമായി നിങ്ങളൊരു മാരേജ് റിലേഷനിലേക്ക് വന്നിരിക്കുന്നു. ഈ ബന്ധത്തിൽ കൂടി, ഈ ബന്ധത്തിൽ നിങ്ങൾ നിലനിൽക്കുമ്പോൾ, ഈ ബന്ധത്തിനെ പറ്റിയാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്ന പോലെ വസിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ബന്ധത്തിനെയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത് ഫിലിപ്പിയ ലേഖനത്തിൽ പഠിപ്പിക്കുന്നത്. അന്നേരം ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വന്നിരിക്കുമ്പോൾ ഇനി നിങ്ങളെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നന്മയും തിന്മയും വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരും. ആ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കണം. അതായത് 2 തരത്തിലുള്ള സെർവിങ് ഉണ്ട്, ഇല്ലെങ്കിൽ 2 തരത്തിലുള്ള ഒബീഡിയൻസ് ഉണ്ട്. അതായത് ഒബീഡിയൻസ് അല്ല മാറിയിരിക്കുന്നത്, അതിന്റെ രീതിയാണ് മാറിയിരിക്കുന്നത്. എന്താണ്? അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ഇല്ലെങ്കിൽ പഴയ നിയമ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ആത്മാവിന്റെ പുതുക്കത്തിൽ നാം ദൈവത്തെ സേവിക്കേണ്ടതിന് നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ആർ ഫ്രീഡ് ഫ്രം ദ ലോ ടു സെർവ് ഗോഡ് ഇൻ ദ സ്പിരിറ്റ്. അന്നേരം വി നീഡ് ടു സെർവ് ഗോഡ് ഇൻ ദ സ്പിരിറ്റ് എന്നുള്ളതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ഇല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് അധീനല്ല, പാപം ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല, നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിൽ തന്നെയാണ് എന്നല്ല പഠിപ്പിക്കുന്നത്. അല്ല, നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല, എന്നാൽ നിങ്ങൾ വേറൊരു പ്രമാണത്തിന്റെ കീഴിലാണ്. അത് ആത്മാവിന്റെ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അതാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് വീണ്ടും വിശദീകരിക്കുന്നത്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ അട്ടറിലേക്ക് വരുമ്പോൾ, നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ആ രീതിയിലേക്ക് വരുമ്പോൾ, ഇതാണ് പുതിയ നിയമത്തിലെ യഥാർത്ഥത്തിലുള്ള പ്രോമിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ, അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, കൃപയ്ക്ക് അതിൻ്റെ ആയിരിക്കും നിങ്ങൾ, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. യു ആർ റിലീസ്ഡ് ആൻഡ് യു ആർ അണ്ടർ ദ ഗ്രേസ്, യു ആർ
ഇൻ എ റിലേഷൻഷിപ്പ്. ഉൽപ്പത്തിയിലെ പോലെ തന്നെ ദൈവവുമായിട്ടുള്ള ഒരു റിലേഷനിലേക്ക് കൊണ്ടുവന്നു. അതാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആചാര നിയമങ്ങൾ അതിലേക്ക് കൊണ്ടുവരുന്നു, ന്യായപ്രമാണത്തിന്റെ ധാർമ്മിക നിയമങ്ങൾ അതിന്റെ നീഡിനെ പറ്റി ബോധ്യപ്പെടുത്തി നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നു. ഇനി ഒരു വ്യക്തി ആത്മാവിനെ അനുസരിച്ചാണ് നടക്കേണ്ടതെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഇത് ബൈബിൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പുതിയ നിയമത്തിലെ കൃപയുടെ സുവിശേഷമാവുകയുള്ളൂ. അന്നേരം ഫോൾസ് ഗ്രേസിന് പകരമായിട്ട് ലോ അല്ല പഠിപ്പിക്കേണ്ടത്, ട്രൂ ഗ്രേസ് ആണ് പഠിപ്പിക്കേണ്ടത്. ദൈവമായിട്ടുള്ള റിലേഷനിൽ ഓരോ ദിവസവും ആത്മാവിനനുസരിച്ച് നടക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അതാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് വീണ്ടും വിശദീകരിക്കുന്നത്. ഞാനത് മുമ്പോട്ട് പോട്ടെ. ഇതേ കാര്യം ഞാൻ പറഞ്ഞത് ഒരു അധ്യായത്തിലല്ല, ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നിടത്തെല്ലാം പൗലോസ് ഇത് പഠിപ്പിക്കുന്നുണ്ട്. കൊലോസ് ലേഖനം, എഫേസ് ലേഖനം, ഗലാത്യ ലേഖനം, റോമാലേഖനം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ന്യൂ കവനന്റ് ഉപദേശം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കൊരിന്ത്യൻ ലേഖനത്തിൽ പല ഭാഗങ്ങളിലും അവിടെ ന്യൂ കവനന്റ് മിനിസ്ട്രിയെ പറ്റി പറയുമ്പോൾ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കല്ലിൽ അക്ഷരമായിട്ട് എഴുതിയിരുന്ന കൽപ്പനകൾ നീക്കപ്പെട്ടു, ഇപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്ന് ആത്മാവിനെ അനുസരിച്ച് നമ്മൾ തേജസ്സിൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിഭയായി രൂപാന്തരപ്പെടുന്നു പറഞ്ഞിടത്തെല്ലാം പൗലോസാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറയേണ്ടതാണ്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ഇതൊരു ഓർഡറിൽ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് പൗലോസ് പഠിപ്പിക്കുന്നത്, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ്, നിങ്ങൾ ന്യായപ്രമാണം അനുസരിച്ചത് കൊണ്ടല്ല നീതീകരിക്കപ്പെട്ടത്, നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടതെന്നുള്ളതാണ് റോമാലേഖനം 1-ാമത്തെ 2-ാമത്തെ അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അതിൻ്റെ ഉപദേശം പറയാണ്. അതിൻ്റെ ഉപദേശം പൗലോസ് ക്ലോസ് ഇങ്ങനെയാണ്: ഞാൻ പാപസംബന്ധമായിട്ട് മരിച്ചു, ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിച്ചു. അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാൻ ദൈവത്തിനായിട്ട് ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിച്ചു. റോമാലേഖനത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഐ ഡൈഡ് ടു ദ ലോയ്ക്ക് ഞാൻ മരിച്ചു, ഞാൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വന്നു, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ജീവിക്കുന്നത് യേശു ക്രിസ്തുവുമായിട്ടുള്ള ആത്മബന്ധത്തിലാണ്, വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ക്രൂശീകരണം. ന്യായപ്രമാണത്തിന് ഞാൻ മരിച്ചിരിക്കുന്നു. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിലുള്ള സ്വാതന്ത്ര്യം. എന്നിട്ട് പറയാണ്, ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത യേശു ക്രിസ്തുവിൽ വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. നൗ ഐ ആം ഇൻ എ ലവ് റിലേഷൻ. എന്നെ സ്നേഹിച്ച യേശു ക്രിസ്തുമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക് ഞാൻ ഒരു ലവ് റിലേഷനിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ എന്നെ നിയന്ത്രിക്കുന്നത് കുറേ 10 കൽപ്പനകളല്ല, മറിച്ച് യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ, കർത്താവുമായിട്ടുള്ള ആത്മാവിൻ്റെ ബന്ധത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം 2-ാമത്തെ അധ്യായത്തിൽ അത് ക്ലോസ് ചെയ്തതിന് ശേഷം 3-ാമത്തെ അധ്യായത്തിൽ മുതൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്താൽ നമ്മൾ വിശദീകരിക്കപ്പെടുന്നുമില്ല എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, നീതീകരണം വിശ്വാസത്താലാണ്, വിശുദ്ധീകരണം ന്യായപ്രമാണത്താലാണെന്നല്ല പൗലോസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ തുടങ്ങിയത് നല്ല രീതിയിലാണ്, എന്നാൽ നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ജഡം കൊണ്ടാണോ ഇത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത് പറയാം. എന്നിട്ട് ഞാൻ സമയം മുമ്പോട്ട് പോയത് ഞാൻ പെട്ടെന്ന് നിർത്താം. അതിൻ്റെ 3-ാമത്തെ അധ്യായം 4-ാമത്തെ അധ്യായം പൗലോസ് ഇതേ കാര്യം തന്നെ പഠിപ്പിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ന്യായപ്രമാണം ഒരു ശിശുപാലകനെ പോലെ ക്രിസ്തുവിലേക്ക് നയിക്കാനായിട്ട് ഭാവിച്ചു. ആ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല എന്ന് പറഞ്ഞതിന് ശേഷം 21-ാമത്തെ വാക്യത്തിൽ, 4-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ, ന്യായപ്രമാണത്തിൽ വീണ്ടും നീതീകരിക്കപ്പെട്ടതിന് ശേഷം ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളുടെ അടുത്ത് പൗലോസ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ന്യായപ്രമാണത്തിന് കീഴിരിക്കാൻ ഇച്ഛിക്കുന്നവരെ, ഇല്ലെങ്കിൽ ഇപ്പോൾ പലരും പഠിപ്പിക്കുന്നത് പോലെ നീതീകരണം മാത്രമാണ് വിശ്വാസത്താൽ നടന്നത്, വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ കൂടിയാണ്, കൽപ്പനകളുടെ കീഴിലാണ് വിശുദ്ധീകരണം എന്ന് പഠിപ്പിക്കാനായിട്ടും അങ്ങനെ വിശ്വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം പറയുന്നത് കേൾപ്പീൻ, എന്നോട് പറയുമെന്ന് പറയുന്നത്. ഇതിന് തൊട്ടു മുമ്പിലത്തെ വാക്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. അന്നേരം പൗലോസിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി യേശു ക്രിസ്തുവുമായിട്ടുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവമായിട്ടുള്ള റിലേഷനിൽ വരിക എന്നുള്ളത് മാത്രമല്ല, ആ വ്യക്തിയിൽ കൂടി ക്രിസ്തു ഉരുവാകണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടൊരു വ്യക്തി യേശു ക്രിസ്തുവുള്ള വിശ്വാസത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ തന്നെ മുമ്പോട്ട് പോയി അവനിൽ കൂടി ക്രിസ്തു ഉരുവാകണം. ഇല്ലെങ്കിൽ റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പോലെ ആത്മാവിൻ്റെ ഫലങ്ങൾ അവനിലുണ്ടാകണം, അല്ലേ? അവിടെ റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ എന്താണ് പൗലോസ് പറയുന്നത്? ആ വാക്യം വേണമെങ്കിൽ എടുത്തു വായിക്കുക. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ്
മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റാണ് വേറെ. അന്നേരം ദൈവത്തിന് ഫലം കായ്ക്കണം. അതാണ് ക്രിസ്തു നമ്മൾ ഉരുവാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം പൗലോസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി വിശ്വാസാൽ നീതീകരിക്കപ്പെട്ടു. ഇനി ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് വിശുദ്ധനായിട്ട് സ്വന്തം ശക്തിയിൽ മുമ്പോട്ട് പോയി ജീവിക്കുക എന്നുള്ളതല്ല, അവനിൽ കൂടി ദൈവത്തിന് ഫലം കായ്ക്കണം. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ യേശു ക്രിസ്തു അവനിൽ ഉരുവാകണം. ഇവിടെ ഒരു മിസ്റ്റേക്ക് പലർക്കും പറ്റും. അതാണ് പൗലോസ് 21-ാമത്തെ വാക്യം മുതൽ പറഞ്ഞിരിക്കുന്നത്. അന്നേരം വിശ്വാസാൽ നീതീകരിക്കപ്പെട്ടു, ഇനി ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ കൂടി വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ഒരു കാര്യം കേൾക്കണം. എന്നിട്ട് പൗലോസ് പഴയ നിയമത്തിൽ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അബ്രഹാം എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ അബ്രഹാം ദൈവത്തിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, അല്ലെ? അബ്രഹാമിന് ഉൽപ്പത്തി പുസ്തകം എനിക്ക് 15-ാമത്തെ അധ്യായത്തിലാണ് ഒരു പ്രോമിസ് കൊടുത്തു. ആ ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ചപ്പോൾ തന്നെ അബ്രഹാം വിശ്വാസാൽ നീതീകരിക്കപ്പെട്ടു എന്ന് ദൈവം പഠിപ്പിക്കുന്നു. ഒരു പ്രവൃത്തിയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അബ്രഹാം വിശ്വാസാൽ നീതീകരിക്കപ്പെട്ടു. എന്നാൽ ആ വിശ്വാസാൽ നീതീകരിക്കപ്പെട്ട അബ്രഹാമിന് ഒരു പ്രോമിസ് കൊടുത്തു, ദൈവം നിന്നിൽ കൂടി ഇസഹാക്ക് എന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ ഉളവാക്കുമെന്ന് പറയാം, അല്ലെ? അന്നേരം പൗലോസ് പറയാണ്, അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് നിങ്ങൾ കേൾക്കുന്നില്ലയോ? ഉണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൾ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൾ എന്ന് എഴുതിയിരിക്കുമല്ലോ എന്ന് പറയാണ്. അന്നേരം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു, നിന്നിൽ കൂടി ഇസഹാക്കിനെ ഉളവാകും. പക്ഷേ അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായി. എന്നിട്ട് ആ 2 പുത്രന്മാരുടെയും വ്യത്യാസം പറയാണ്, ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചവനാകുന്നു എന്ന് പറയണം. അന്നേരം പ്രോമിസ് ഒരു മകൻ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ ഒരു മകൻ ഉണ്ടാവണം എന്നുള്ള പ്രോമിസിൻ്റെ അടുത്ത് 2 മക്കളുണ്ടായി. അതിൽ 2 മക്കളിൽ ആദ്യം വന്നവൻ എങ്ങനെയാണ്? അത് അതിൻ്റെ മെസ്സേജ് ട്രാൻസ്ലേഷൻ, ലിവിങ് ബൈബിൾ ട്രാൻസ്ലേഷൻ ഒക്കെ വളരെ വ്യക്തമാണ്. ദാസിയുടെ മകൻ എന്നുള്ളത്, ഹാഗാർ കൂടിയുള്ള മകൻ എന്നുള്ളത്, അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തം സ്വന്തം ശക്തിയിൽ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഉളവായവനും, ഇസഹാക്ക് എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം സ്വന്തം ശക്തിയിൽ അബ്രഹാമിൽ കൂടി പൂർത്തീകരിച്ചതുമാകുന്നതാണ് ഈ 2-ാമത്തെ വാക്യം തന്നെ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനും വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദാസിയുടെ മകൻ അബ്രഹാമിന്റെ ശക്തിയിൽ കൂടി ദൈവത്തിന്റെ പ്രോമിസാണ് അബ്രഹാമിന്റെ ശക്തിയിൽ കൂടി. മറ്റേത് ദൈവത്തിന്റെ പ്രോമിസ് ദൈവത്തിന്റെ ശക്തിയിൽ കൂടി എന്നുള്ളതാണ്. എന്നിട്ട് വേണം ഇത് സാദൃശ്യമാകുന്നു, ഇതൊരു സിമ്പലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. എന്നിട്ട് പറയാണ്, ഒന്ന് സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ. എന്നിട്ട് പറയാണ്, ഇത് രണ്ടും 2 നിയമങ്ങളാണ്. ഈ 2 സ്ത്രീകൾ 2 നിയമങ്ങളാണ്. അതിൽ ഒന്ന് സീനായി മലയിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അത് അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ. അന്നേരം പൗലോസ് പറഞ്ഞിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഹാഗാറിൽ നിന്ന് ഒരു വംശമുണ്ടായി, അത് അറബ്സ് ആണ്. അറബ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് സീനായി മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സൗദിയിലാണ് അത് അതിനുള്ളത്. അന്നേരം അത് പറഞ്ഞിരിക്കുന്ന ഹാഗാർ എന്ന് അറബി ദേശത്തെ സീനായി മലയെ കാണിക്കുന്നു. അന്നേരം ലിറ്ററലി ഹാഗാറിൽ നിന്നുണ്ടായത് അടിമ സ്ത്രീ എന്നുള്ള മക്കളാണ്, അത് അറബ്സ് ആണെന്നുള്ളതാണ് പൗലോസോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ലിറ്ററലി സാറയിൽ നിന്നുള്ളത് ഇസ്രായേൽ മക്കളാണ്, അല്ലെ? അന്നേരം സ്വതന്ത്രയുടെ മക്കളാണ് ഇസ്രായേൽ മക്കൾ, അടിമയുടെ മക്കൾ അറബ്സ് ആണ്, അല്ലെ? ഇവർ രണ്ടും 2 കൂട്ടരാണ്. എന്നാൽ പൗലോസ് എന്താണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ ആ അടിമയുടെ മക്കളെ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ മക്കൾ. കാരണം എന്താണ്? അവർ ന്യായപ്രമാണത്തിന് കീഴിരിക്കാനാണ് ഇച്ഛിക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒന്ന് വിശദീകരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചവരായിരിക്കാം, വിശ്വാസാൽ നീതീകരിക്കപ്പെട്ടവരായിരിക്കാം. എന്നാൽ വീണ്ടും നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിന് പകരം ന്യായപ്രമാണത്തിന്റെ പ്രമാണത്തിലാണ് നമ്മൾ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇസ്മായിലിനെ ആയിരിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നീതീകരിക്കപ്പെട്ട അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക് ഉണ്ടാകുന്നതിന് പകരം ഇസ്മായിൽ ഉണ്ടായതുപോലെ തന്നെ നമ്മുടെ ശക്തിയിൽ നമ്മൾ ചെയ്തെടുക്കുന്ന വിശുദ്ധീകരണം ദൈവത്തിന്റെ സന്നിധിയിൽ ഇസ്മായിലിനെ പോലെ തന്നെ ആയിരിക്കും. ഞാൻ എൻ്റെ വളരെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അന്നേരം അവിടെയാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള പുതിയ നിയമപ്രമാണവും ന്യായപ്രമാണവും തമ്മിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്, ന്യായപ്രമാണം അനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചാലുള്ള ഡേഞ്ചർ. നീതീകരണം ശരിയായിരിക്കാം, എന്നാൽ വിശുദ്ധീകരണത്തിൽ കൂടി അവരുണ്ടാക്കുന്നത് ഇസ്മായിലിനെ ആയിരിക്കും, ജഡത്തിന്റെ പ്രവൃത്തിയിൽ കൂടിയുള്ള വിശുദ്ധീകരണമായിരിക്കും. അത് പറഞ്ഞതിന് ശേഷമാണ് പൗലോസ് 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും, നിങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിലാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ എന്നുള്ള കൽപ്പന പറഞ്ഞിരിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ. വീണ്ടും ന്യായപ്രമാണം അനുസരിച്ച് നടക്കാനല്ല പറഞ്ഞത്, നിങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ശക്തിയിൽ അബ്രഹാമിൽ കൂടി ഇസഹാക്ക് ഉളവായതുപോലെ ദൈവത്തിന്റെ ശക്തിയിൽ കൂടി
കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ കൂടി ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാകും എന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ മാത്രമേ ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വാസമാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാനം. എന്താണ്? ഒരു ആക്ട് ഓഫ് ഫെയ്ത്തിൽ കൂടി നമ്മൾ നീതീകരിക്കപ്പെട്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്തിൽ നമ്മൾ കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ വസിച്ചുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങളെ നമ്മൾ കൂടി പ്രകടിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ തന്നെയാണ് സേവിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പനകൾ തന്നെയാണ് നമ്മൾ അനുസരിക്കുന്നത്. ദൈവത്തെ തന്നെയാണ് നമ്മൾ ഒബേ ചെയ്യുന്നത്. അന്നേരം നമ്മൾ കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് മാറി, എന്നാൽ നമ്മൾ പുതിയ പ്രമാണത്തിന്റെ കീഴിൽ വന്നു. നമ്മൾ കൽപ്പനകൾ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ശരിക്കും പഴയ നിയമ കൽപ്പനകളെക്കാൾ കൂടുതൽ കൽപ്പനകൾ പുതിയ നിയമത്തിലുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. അതിന് കൽപ്പനകളല്ല മാറിയത്. കൽപ്പനകളല്ല മാറിയത്, കൽപ്പനകൾ പ്രമാണിക്കുന്ന ആ ഒരു പ്രിൻസിപ്പിളാണ് അടിസ്ഥാനപരമായിട്ട് മാറിയത്. പഴയ നിയമ കൽപ്പനകൾ മാറി പുതിയ നിയമ പ്രമാണത്തിന്റെ കീഴിലേക്ക് വന്നു. പുതിയ നിയമ കൽപ്പനകൾ നമുക്ക് ആപ്ലിക്കബിൾ ആണ്, എന്നാൽ അത് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് മാറി. പഴയ നിയമത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ ആറ്റിറ്റ്യൂഡ് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ളതാണെങ്കിൽ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതാണ് പുതിയ നിയമത്തിന്റെ ആറ്റിറ്റ്യൂഡ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ന്യായപ്രമാണം കൊടുക്കുമ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾ അവിടെ വ്യക്തമാണ്. അവിടെ പറഞ്ഞ് ദൗ ഷാൽ നോട്ട്, നീ അത് ചെയ്യണം, നീ അത് ചെയ്യരുത്, നീ അത് ചെയ്യണം, നീ അത് ചെയ്യരുതെന്നാണ്. എന്നാൽ യെഹെസ്കേൽ പ്രവചനത്തിൽ പുതിയ ഉടമ്പടിയെ പറ്റി പറയുമ്പോൾ ദൈവം പറയാണ്, ഞാൻ അവർക്കൊരു പുതിയ ഹൃദയം കൊടുക്കും, ഞാൻ അവർക്ക് ഒരു പുതിയ ആത്മാവിനെ കൊടുക്കും, എൻ്റെ ചട്ടങ്ങളിൽ ഞാൻ അവരെ നടത്തുമാറാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം എന്നാണ് നമ്മൾ കൂടി പുതിയ നിയമത്തിൽ ദൈവത്തിന് പ്രവൃത്തി ചെയ്യുന്നത്. കർത്താവ് നമ്മൾ വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതിന് നമ്മളുടെ ഭാഗത്തുനിന്ന് എന്താണ് വേണ്ടത്? നമ്മുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും വിശ്വാസമാണ് വേണ്ടത്. നമ്മുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് ആണ് വേണ്ടത്. അങ്ങനെ കർത്താവിൽ വസിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം നിങ്ങൾ ആരംഭിച്ച പ്രവൃത്തി നിങ്ങൾ അവസാനത്തോളം നിവർത്തിക്കും. എബ്രായ ലേഖനത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പൗലോസ് പറയുകയാണ്, അല്ലെങ്കിൽ എബ്രായ ലേഖന കർത്താവ് പറയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു ക്രിസ്തുവിനെ നോക്കുക. അന്നേരം വിശ്വാസം തുടങ്ങുന്നതും നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിൽ കൂടി നമ്മൾ നീതീകരിക്കപ്പെട്ടതും നമ്മൾ വിശദീകരണം പൂർത്തിയാക്കുന്നതും ആരാണ്? കർത്താവ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളെന്താണ് ചെയ്തിരിക്കുന്നത്? അവനെ നോക്കുക, അവനിൽ ഡിപ്പെൻഡ് ചെയ്യുക, അവനിൽ വസിക്കുക, കർത്താവുമായിട്ടുള്ള കൊമ്പ് മുന്തിരികളിൽ വസിക്കുന്ന പോലെ വസിക്കുക. അതാണ് പുതിയ നിയമത്തിന്റെ പ്രമാണം. അങ്ങനെ നമ്മൾ ആ പ്രമാണത്തിൽ വസിക്കുമ്പോൾ, വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ കൂടി ദൈവത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ ആത്മാവിന്റെ പ്രമാണത്തിൽ സേവിക്കാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും. ഇതാണ് ദൈവവചനം പഠിപ്പിക്കുന്ന യഥാർത്ഥത്തിലുള്ള കൃപയുടെ സുവിശേഷം. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ നമ്മുടെ സബ്ജക്ട് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നീതീകരണവും വിശുദ്ധീകരണവും പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്നൊരു ആക്ട് ഓഫ് ഫെയ്ത്തിൽ കൂടി, ഒരിക്കലായിട്ടുള്ള വിശ്വാസത്തിൽ കൂടി നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് നമ്മൾ യേശു ക്രിസ്തുമായുള്ള ബന്ധത്തിൽ വരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ കൂടി ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നു. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ പുതിയ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടത്തുകൊണ്ട് നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വലിയൊരു സബ്ജക്റ്റാണ്. കുറച്ചെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് എൻ്റെ അടുത്തുള്ള ചോദ്യം പോലെ തന്നെ, ഈ പാപം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഉള്ള സ്വാതന്ത്ര്യമാണോ, ഇല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, നീ ഈ പറഞ്ഞ നിയമങ്ങളുടെ കീഴിലല്ലാത്തതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമെന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരാം. അതുകൊണ്ടാണ് ഞാൻ ഞാനത് പറഞ്ഞത് ഹോളായിട്ട് കേൾക്കുകയും മുഴുവനായിട്ട് മനസ്സിലാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ക്ലിയർ ആയിട്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ അത് ക്ലാരിഫൈ ചെയ്യും. രണ്ടു മൂന്ന് ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. Yeah. ഒരു 4 ഉടമ്പടികളെ കുറിച്ച് പറഞ്ഞല്ലോ, 4 കവനന്റ്. അതിനകത്ത് മൂന്നാമത്തെ മോശയിൽ കൂടെ അല്ല, അബ്രഹാമിൽ കൂടി ഇസ്രായേൽ ജാതിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ആ ഉടമ്പടി ഉണ്ട്, അത് ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതെ, അബ്രഹാമിന്റെ അടുത്ത് പറഞ്ഞ ഉടമ്പടി ഇപ്പോഴും നിലനിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അത് ആർക്കാ? ഇപ്പം ഇസ്രായേൽ ജാതിക്കാണോ? അത് ഇസ്രായേൽ ജാതിക്കുമാണ്. ഇസ്രായേൽ ജാതിയിൽ കൂടി ലോകത്തിനും വരുന്ന ഉടമ്പടിയാണ്. ആ ഉടമ്പടി ഇപ്പോഴും നിലനിൽക്കുന്നു. ഞാനത് റോമാലേഖനം എടുത്തപ്പോൾ അത് വിശദീകരിച്ചു. റോമാലേഖനം 9-ാമത്തെ അധ്യായം. വിശ്വാസികൾ ആ ഉടമ്പടിയുടെ കീഴിലല്ല, പക്ഷെ ബാക്കിയുള്ളവര് ഇസ്രായേൽ കീഴിൽ തന്നെ. കറക്റ്റ്. അതായത് ധാർമ്മികമായിട്ടുള്ള നിയമങ്ങൾ, ആചാരങ്ങളല്ല. അല്ലല്ല, അബ്രഹാമിന് ദൈവം ന്യായപ്രമാണമൊന്നും കൊടുത്തില്ല. ന്യായപ്രമാണം കൊടുത്തത് മോശയ്ക്കാണ്. ഗലാത്യലേഖനം പറയുന്നുണ്ട്, അബ്രഹാമിന് കൊടുത്ത ഉടമ്പടി അല്ലെങ്കിൽ ആ വാഗ്ദത്തത്തിന് ശേഷം 430 വർഷത്തിന് ശേഷമാണ് മോശയിൽ കൂടി ന്യായപ്രമാണം കൊടുത്തത്. ആ മോശയിൽ കൂടി കൊടുത്ത ആ ഉടമ്പടി ക്യാൻസൽ ചെയ്തു.
ദൈവം അത് നീക്കി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ട് വിശ്വാസികൾക്ക് പുതിയ ഉടമ്പടിയുടെ കീഴിലേക്ക് ആക്കി. അത് അബ്രഹാമായിട്ട് ചെയ്ത ഉടമ്പടിയുമായിട്ട് യാതൊരു ബന്ധമില്ല. അബ്രഹാമിന് ദൈവം ന്യായപ്രമാണമൊന്നും കൊടുത്തില്ല. അബ്രഹാമിന് കൊടുത്ത ഒരു വാഗ്ദത്തമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാഗ്ദത്തമാണ് കൊടുത്തത്. എന്താണ്? നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വാഗ്ദത്തം ഇസ്രായേലിന് കൊടുത്തു. അത് ദൈവം ഫുൾഫില്ല് ചെയ്യും എന്നുള്ളത് റോമാലേഖനം അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും, ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഞാൻ അവരോട് ചെയ്ത നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ്, ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ല. അന്നേരം ഇസ്രായേൽ എന്നുള്ള ജാതിയെ ദൈവം അബ്രഹാമിൽ കൂടി തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ് ദൈവം ഇപ്പോഴും മാറ്റിയിട്ടില്ല. ആ ജാതി എന്നുള്ള നിലയിൽ അവരുടെ ആ തെരഞ്ഞെടുപ്പ് ദൈവം ക്യാൻസൽ ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അബ്രഹാമിൽ കൂടിയുള്ള ഇസ്രായേലിനുള്ള ആ ഉടമ്പടി ഇപ്പോഴും നിലനിൽക്കുന്നു. നോഹയിൽ കൂടി മനുഷ്യവർഗത്തിന് കൊടുത്ത ഒരു നിയമമുണ്ട്, അതും ഇപ്പോഴും നിലനിൽക്കുന്നു. ദാവീദിൽ അവർ കൂടി അവർക്കപ്പം ഇപ്പൊ ഇസ്രായേൽ ജനത്തിനപ്പം കൽപ്പനകൾ അനുസരിച്ച് കഴിഞ്ഞാൽ കർത്താവ് ഓൾറെഡി വന്നല്ലോ. അപ്പൊ ഇനി വിശ്വാസത്താലുള്ള ആ ഒരു അത് അവർക്ക് സാധ്യം. അല്ല, കൽപ്പനകൾ അവിടെ അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന ഉടമ്പടി കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു വലിയ ജാതിയാക്കുമെന്നും അവരെ ദൈവം മടക്കി വരുത്തുമെന്നും അവരുടെ സ്വന്തം സ്ഥലം അവർക്ക് കൊടുക്കുമെന്നും ഉള്ള ഭൗതികമായിട്ടുള്ള ഉടമ്പടിയാണ് അബ്രഹാമിൽ കൂടി ഇസ്രായേൽ മക്കൾ കൊടുത്തത്. അതിപ്പോഴും നിലനിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അബ്രഹാമിൽ കൂടി ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ഒരു ഭൗതിക ഉടമ്പടിയുണ്ട്, ഭൗതിക നിയമമുണ്ട്. ആ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നു. അത് ദൈവം മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആ ഭൗതികമായിട്ടുള്ള ഉടമ്പടി അതാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് നീക്കപ്പെട്ടു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അത് നീക്കപ്പെട്ടു എന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നീക്കപ്പെട്ടിട്ടില്ല. നീക്കപ്പെട്ടത് മോശയിൽ കൂടി കൊടുത്ത ഉടമ്പടി നീക്കപ്പെട്ടു, ക്യാൻസൽ ചെയ്യപ്പെട്ടു, പുതിയ ഉടമ്പടി വന്നു. അബ്രഹാമിൽ കൂടി കൊടുത്തത് ആ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു അവരിൽ കൂടി വരുമെന്നുള്ളതായിരുന്നു ആ ഉടമ്പടി. അതാണ് പറഞ്ഞിരിക്കുന്നത്, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത്. ഇസ്ഹാക്കിന് കൂടി മോശയ ന്യായപ്രമാണം സ്റ്റിൽ ഉണ്ടെന്നും പറഞ്ഞില്ലേ? ആര് പറഞ്ഞു? പറഞ്ഞില്ലായിരുന്നോ? ഇല്ലല്ലേ? ഈ മോശയിൽ കൊടുത്ത ധാർമ്മിക നിയമങ്ങൾ ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. ദൈവം മോശയ്ക്ക് കൊടുത്ത ആ ധാർമ്മിക നിയമങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ മോറലോയുടെ കീഴിലാണ് ലോകത്തിലുള്ള മനുഷ്യരൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. അത് ദൈവം ന്യായപ്രമാണത്തെ ലോകത്തിൽ നിർത്തി നീക്കിയിട്ടില്ല, പക്ഷെ വിശ്വാസികളെ ആ ന്യായപ്രമാണത്തിന് കീഴിൽ നീക്കി. ഇപ്പോഴും ആ 10 കൽപ്പനകൾ ലോകത്തിൽ ആപ്ലിക്കബിളാണ്. ലോകത്തിലെ ഒരു മനുഷ്യന് ആ നിയമം അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സത്യം. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളുടെയും നിയമങ്ങൾ 10 കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ ആദ്യത്തെ ക്ലാസ് പറഞ്ഞിരുന്നു, തീമോത്തിയോസിന്റെ അടുത്ത് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട് ന്യായപ്രമാണം ആർക്കാണ് ഇപ്പോൾ ആപ്ലിക്കബിൾ എന്നുള്ളത് പറയുന്നുണ്ട്. ആ 10 കൽപ്പനകളുടെ ഇടയിൽ നിന്ന് വിശ്വാസികൾ ഇപ്പൊ അതിന്റെ കീഴിലല്ലെന്നല്ലേ? അല്ല, വിശ്വാസികൾ അതിന്റെ കീഴിലല്ല. വിശ്വാസികളെ അതിന്റെ കീഴിൽ നീക്കി. അതാണ് നമുക്ക് ഈ വിരോധവും പ്രതികൂലമായ കയ്യെഴുത്ത് എന്ന് പറഞ്ഞില്ലേ, ചട്ടങ്ങളും കൽപ്പനകളും. അത് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ. അതെങ്ങനെ നമുക്ക് ഈ ചട്ടങ്ങളും കൽപ്പനകളും നമുക്ക് വിരോധമാകുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെറുതായിട്ട്. ആ ചട്ടങ്ങളും കൽപ്പനകളും ഏതാണ്? എഫേസ് ലേഖനത്തിലാണോ കൊലോസ് ലേഖനത്തിലാണോ പറഞ്ഞത്? എഫേസ് ലേഖനത്തിലാണെന്ന് തോന്നുന്നു. എഫേസ് ലേഖനത്തിനും കൊലോസ് ലേഖനത്തിനും ചട്ടങ്ങളും കൽപ്പനകളും എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചട്ടങ്ങളുടെയും കൽപ്പനകളുടെയും കൂട്ടത്തിൽ തന്നെ അത് ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷാവിധി ഉണ്ടായിരുന്നു. ആ ശിക്ഷാവിധി അത് ചെയ്താൽ അതിനാൽ ജീവിക്കും, അത് ലംഘിക്കുന്നവൻ മരിക്കും, അതിനുള്ള ശിക്ഷയ്ക്ക് അർഹനായിരുന്നു. അന്നേരം ആ കൽപ്പനകളാണ് ശരിക്കും ശിക്ഷാവിധിക്ക് യോഗ്യനാക്കി തീർത്തത്. അന്നേരം ആ കൽപ്പനകളുടെ കൂടെയുള്ള ആ ശിക്ഷാവിധിയും അതിനോട് അറ്റാച്ച് ചെയ്ത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. അന്നേരം ശിക്ഷ വരുന്നതിൻ്റെ കാരണം ആ പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ തന്നെയായിരുന്നു. അന്നേരം ശിക്ഷ മാത്രമായിട്ടല്ല നീക്കിയത്, കൽപ്പനകളും നീക്കി. കൽപ്പനകൾ നീക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ ആ കൽപ്പനകളുടെ കീഴിൽ നീക്കി എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ആ കൽപ്പനകൾ കാരണമാണ് ശിക്ഷയും വന്നത്. അതുകൊണ്ട് തന്നെയാണ് ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്നത് നമ്മുടെ ശത്രുത്വമായിട്ട്, നമ്മളുടെ കുറ്റാരോപണത്തിനുള്ള ചാർജ് ഷീറ്റായിട്ട് നിന്നിരുന്നത്. അന്നേരം ശിക്ഷയിൽ നിന്ന് മാത്രമല്ല, ആ ചാർജ് ഷീറ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ നിയമത്തിൻ്റെ കീഴിൽ നിന്ന് തന്നെ നമ്മളെ നീക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ കീഴിലുള്ള ഒരു വ്യക്തി ആ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് മാത്രമായിട്ട് അയാളെ ഒഴിവാക്കാനായിട്ട് ഒക്കത്തില്ല. ആ പീനൽ കോഡിൻ്റെ കീഴിൽ നിന്ന് തന്നെ നമ്മളെ നീക്കുമ്പോഴാണ് നമ്മളെ അതിൽ നിന്ന് പരിപൂർണമായിട്ടും സ്വതന്ത്രരാക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ന്യായപ്രമാണം നമ്മൾക്ക് ശത്രുത്വമായി വന്നത്. ചട്ടങ്ങളും
ആ, 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 കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ബ്രദർ ഒരു കാര്യം മനസാക്ഷിയില് ഓക്കെ. Yeah, ഒരു ക്വസ്റ്റ്യൻ, മനസാക്ഷിയിൽ ലോ വന്നെന്ന് പറഞ്ഞില്ല ആദിയില്, yeah, ആ പാപം ചെയ്ത് കഴിഞ്ഞപ്പോ അതെ. അതെങ്ങനെ വന്നതെന്ന് കൂടി ജസ്റ്റ്, ആ, നമ്മുടെ മനസാക്ഷിയിൽ ഒരു ആദ്യം അങ്ങനെ അല്ല ദൈവം ആദ്യം സൃഷ്ടിക്കുക, അങ്ങനെയല്ല. ആദ്യം കൽപ്പനകൾക്ക് മുമ്പ്. കൽപ്പ ആ ദൈവമായിട്ടുള്ള അത് വ്യക്തിപരമായിട്ടുള്ള ആത്മാവുള്ള ഒരു ബന്ധത്തിലായിരുന്നു മനുഷ്യനും ദൈവവും തമ്മിലുണ്ടായിരുന്നത്. അന്നേരം അവനെ ആത്മാവ് നടത്തുകയായിരുന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവമായിരുന്നു ഇവന് ആത്മാവിൽ കൂടി നന്മയും തിന്മയും പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഒരു വ്യക്തിക്ക് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്നുള്ളത് അവൻ്റെ മനസാക്ഷിയിൽ അവൻ തിരിച്ചറിഞ്ഞിട്ട് ചെയ്യുകയല്ല, ദൈവം പറയുന്ന അനുസരിച്ച് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നന്മ, ഈ ആത്മീയ നന്മയല്ല, ഭൗതികമായിട്ടുള്ള നന്മ എന്ന് പറഞ്ഞാൽ ഇപ്പം സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, ഭാര്യയെ കിട്ടുന്നവന് നന്മ ലഭിക്കും എന്ന് പറയുന്നുണ്ട്, അല്ലേ? അന്നേരം ഞാൻ വിശ്വസിക്കുന്നത് ഒരു വ്യക്തിക്ക് ഏറ്റവും ഈ ഭൗതികമായിട്ട് കിട്ടാവുന്നൊരു ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറക്റ്റായിട്ടുള്ള ആ വ്യക്തിക്കുള്ളൊരു തക്ക തുണയെ കിട്ടുക എന്നുള്ളതാണ്. ഉൽപ്പത്തി നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആദമിൻ്റെ മുമ്പിൽ ഈ എല്ലാ മൃഗങ്ങളെയും ദൈവം മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അവസാനം അവിടെ പറയുന്നുണ്ട്, അതിൽ നിന്ന് ആദമിന് തക്ക ഒരു തുണയെ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദം അതിൽ നിന്നൊരു ചോയ്സ് എടുത്തില്ല എന്നുള്ളതാണ്, അല്ലേ? അത് കഴിഞ്ഞിട്ട് ആദമിനെ ദൈവം ഉറക്കി കിടത്തിയിട്ട് ഹവ്വയെ ദൈവം കൊടുക്കായിരുന്നു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ എങ്ങനെയായിരുന്നു അങ്ങനത്തെ ജീവിതം എന്നുള്ളത്. അന്നേരം നന്മ ഏതാണ് തിന്മ ഏതാണ്, എനിക്ക് നല്ലത് ഏതാണ് എനിക്ക് മോശം ഏതാണ് എന്നുള്ളത് ആദം സ്വയം ചൂസ് ചെയ്യായിരുന്നില്ല, ദൈവം അവന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതാണ് ആത്മാവിൽ കൂടി ദൈവം നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്, നന്മ ഏതാണ് തിന്മ ഏതാണെന്നുള്ളത്. എന്നാൽ ദൈവമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ മനസാക്ഷിയിൽ അവന് ആ ന്യായപ്രമാണം എഴുതപ്പെട്ട് കിട്ടി. അവൻ മനസാക്ഷിയിലാണ് അവൻ തീരുമാനിക്കുന്നത് നന്മ ഏതാണ് തിന്മ ഏതാണെന്നുള്ളത് തീരുമാനിക്കുന്നത്. ആ മനസാക്ഷി ഒരു ന്യായപ്രമാണം പോലെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് റോമാലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ജാതികൾക്ക് ന്യായപ്രമാണത്തിന് പോലെ തന്നെ, എഴുതപ്പെട്ട ന്യായപ്രമാണം പോലെ തന്നെ അവരുടെ മനസാക്ഷിയിൽ ആ ന്യായപ്രമാണം വർക്ക് ചെയ്യുന്നു. എന്നാൽ വീണ്ടും ജനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസാക്ഷി അനുസരിച്ചിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്, എഴുതപ്പെട്ട ന്യായപ്രമാണം അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത്. നമ്മൾ വീണ്ടും ഉൽപ്പത്തിയിലെ പോലെ തന്നെ ദൈവത്തിന് നമ്മുടെ ആത്മാവിൽ നമ്മുടെ അടുത്ത് പറയാനായിട്ട് കഴിയും ഏതാണ് നന്മ ഏതാണ് തിന്മയെന്ന് പറയാനായിട്ട് കഴിയും. ഇപ്പോൾ എഴുതപ്പെടാത്ത എത്രയോ കാര്യങ്ങൾക്ക് നന്മയും തിന്മയും നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും, അല്ലേ? നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പുസ്തകത്തിൽ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത് ശരിയാണോ നല്ലതാണോ എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുമോ? ഇല്ല. പല കാര്യങ്ങളിലും നമുക്ക് ദൈവത്തിൻ്റെ അപ്പൊ ആദിയിലെ ആ ഒരു അവസ്ഥ പോലെ തന്നെ ഇന്ന് എക്സാക്ട്ലി സാധ്യമാണെന്നാണോ? വീഴ്ച അതെ, വരുന്നതിന് മുമ്പുള്ള അതേ അവസ്ഥ തന്നെ റിസ്റ്റോർ ആയെന്നാണ് പറയുന്നത്. ആത്മാവിൽ ആ ഒരു അവസ്ഥയിൽ തന്നെ റിസ്റ്റോർഡ് ആയി എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശു ആ- ക്രിസ്തു പിന്നെ ആദവും ഹവ്വയുടെ അതേ അവസ്ഥ. അതെ അതെ ആത്മാവിലുള്ള ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ തന്നെ നമ്മളെ റെസ്റ്റോർ ചെയ്തു. അതായിരുന്നു കട്ടായിപ്പോയത്, അതിലേക്ക് തന്നെ നമ്മളെ റെസ്റ്റോർ ചെയ്തു. ആത്മാവിലുള്ള ബന്ധത്തിലേക്ക് നമ്മളെ റെസ്റ്റോർ ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളുടെ കാര്യമല്ല പറഞ്ഞ്, നമ്മുടെ ജഡം ഇപ്പോഴും കറപ്റ്റാണ്. പാപം ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വന്നിട്ടില്ല. ഉം. നമ്മളുടെ പാപശീലങ്ങൾ നമ്മളിലുണ്ട്, അതെല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ ആത്മാവിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വീഴ്ചയ്ക്ക് മുമ്പിലുള്ള ആ ബന്ധത്തിലേക്ക് ദൈവം നമ്മളെ റെസ്റ്റോർ ചെയ്തു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഉം. അതിന് സാധ്യമാണ് അല്ലേ? അത് സാധ്യമാണെന്നുള്ളതാണ് പുതിയ നിയമത്തിലെ പ്രോമിസ്. ഇത് യേശുക്രിസ്തു പറഞ്ഞാണ്. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് പരീശന്മാർ വന്നിട്ട് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതവും ചോദിക്കുമ്പം യേശുക്രിസ്തു പറയുന്നുണ്ട്, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു, എന്നാൽ നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം മോശ അനുവദിച്ചാണ് പറയുന്നുണ്ട്. അന്നേരം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിയിൽ എങ്ങനെയായിരുന്നു അതിലേക്കാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി ഒരു വ്യക്തിയെ റെസ്റ്റോർ ചെയ്യുന്നത്. ആത്മാവിലുള്ള ബന്ധത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആത്മാവിലുള്ള ബന്ധം ആദിയിൽ എന്നതുപോലെ നമ്മളെ റെസ്റ്റോർ ചെയ്യുകയും ആദിയിൽ ദൈവം എങ്ങനെയാണോ മനുഷ്യനെ ആത്മാവിൽ നടത്തിയത് അതേപോലെ നമുക്ക് ഇന്ന് ദൈവത്തിൽ നമ്മളെ നടത്താനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് അറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിലെ ന്യൂ കവനൻ്റെ പ്രോമിസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് എബ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ ഈ ചെറിയവൻ മുതൽ വലിയവൻ വരെ എന്നെ അറിയൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അറിയുക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ്. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഏകസത്യമായ ദൈവമേ നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ബന്ധത്തിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ.